Beautiful day in our life, O Lord. We thank you for so much for all your blessings, O God. എല്ലാ നന്മകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം കർത്താവേ, ലോകത്തിൻ്റെ പല ഇടങ്ങളിലായി കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് സൂം പ്ലാറ്റ്ഫോമിൽ എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ഈ സൂം പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളൊക്കെ ഞങ്ങൾ നടത്തിയ നിന്റെ വിശ്വാസങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. വർഷത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയും ഞങ്ങൾ നടത്തിയ ദൈവസ്നേഹത്തിനായി സ്തോത്രം. അനേകർ കർത്താവേ ഹല്ലേലൂയ ദുഃഖത്തിലും പ്രയാസത്തിലും രോഗത്തിലും ഒക്കെ ആയിരിക്കുമ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്ന് രാത്രികാലം പിന്നെയും ദിവസങ്ങളിൽ കടത്തു വരുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നത് ദൈവനാമത്തിന് കാരണമായി ചേരട്ടെ. ഞങ്ങളുടെ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങളെ കൃപ ചെയ്യണം. ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട്. ദാസനെ വളരെ ശക്തമായി ഞങ്ങളുടെ മധ്യത്തിൽ ഇന്ന് രാത്രികാലം ഉപയോഗിക്കണമേ. ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് നൽകിത്തരണം. ദൈവികമായ ആലോചനകൾ ഞങ്ങൾക്ക് നൽകിത്തരണം. കർത്താവെ കൂടുന്ന എല്ലാ ജനത്തിനും അനുഗ്രഹമാക്കി കർത്താവ് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Blessed time together, O God, as we spend this time in your holy presence. Lord, speak to us, strengthen us, O God. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥന എഴുതലാണെന്ന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Good to be with all of you this evening. I see so many, people who have joined in. നിങ്ങളുടെ സർക്കംസ്റ്റാൻസസ് ഒക്കെ അലോ ചെയ്യുന്നെങ്കിൽ would you please open your videos ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് കാണുവാനൊക്കെ ഇടയാൽ ഒത്തിരി നന്നായിരിക്കും. സോ it's up to you. Anyway, നമുക്ക് പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. We have Sister Jitti with us. Jitti നമുക്ക് ആർക്കും പുതിയതല്ല. She's been with Edison Christian Fellowship helping us for so many years now. ജിറ്റിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാട്ടുകൾ പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ജിറ്റി. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന ഈ ഫ്രൈഡേ ഈവനിങ് പ്രെയർ മീറ്റിംഗിൽ വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ എന്നെ സ്നേഹത്തോടെ ക്ഷണിച്ച അഭിഷിക്ത ദാസൻ കുടുംബം, അതുപോലെ ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദേവദാസൻ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾ, പ്രത്യേകാൽ ഇന്ന് നിയോഗത്തോടെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ അയച്ചിരിക്കുന്നു അഭിഷിക്ത ദാസൻ എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് അല്പസമയം നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാം. ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ കർത്താവ് നല്ലവനാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം 49 അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്ന ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? പക്ഷെ അവർ മറന്നു കളയും. അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുക. പ്രിയ ദൈവമക്കളെ, ആരൊക്കെ നമ്മളെ മറന്നാലും, ആരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞാലും, നമ്മളെ തള്ളിക്കളയാതെ, നമ്മളെ മറക്കാതെ നമ്മുടെ കൂടെ ഇരിക്കുന്ന നല്ലൊരു കർത്താവുണ്ട്. ദാവീദ് ഇപ്രകാരം പറയും, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുക, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിക്കത്തില്ല, എൻ്റെ കർത്താവ് എന്നെ മാറ്റി നിർത്തത്തില്ല? ആമേൻ. എനിക്കൊരവസ്ഥ വന്നാൽ, ആമേൻ, ഹല്ലേലൂയ, ആ അവസ്ഥയ്ക്കകത്ത് ഇറങ്ങി വന്ന് എന്നെ ബലപ്പെടുത്തി, എന്നെ ആശ്വസിപ്പിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു അത്ഭുതമാക്കി തീർക്കുന്ന എൻ്റെ കർത്താവ്. ആമേൻ. ഇന്ന് രാത്രി, ഇന്ന് പകൽ എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കാൻ കഴിയും? ആമേൻ. നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാം. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സ്തുതിക്കുന്ന, നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവം നല്ലവനാ. അവിടുന്ന് വിശ്വസ്തനാ. അവിടുന്ന് വാക്ക് പറഞ്ഞാൽ മാറ്റമില്ലാത്ത കർത്താവ്. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആമേൻ, ഹല്ലേലൂയ. നീ ഒഴികെ ഞങ്ങൾക്ക് സുരലോകെ ആരുള്ളൂ ജീവനാഥ, നീ ഒഴികെ ഈഹത്തിൽ മറ്റാരുമില്ല ആശ്രയിപ്പാൻ ഭരണേ. ഇന്ന് പകൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമർപ്പിച്ചാട്ട് നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം.
യേശു എന്നാത്മാവിൻ ശാന്തിയേകും. ജീവന്റെ നായകൻ ക്രിസ്തു ജീവനിൽ നടത്തിയിടും. ആ ജീവനിൽ നടത്തിയിടും. സൗഖ്യദായകൻ യേശു, സൗഖ്യദായകൻ യേശു, ആത്മാവിൻ ശാന്തിയേകും. ജീവന്റെ നായകൻ, ജീവന്റെ നായകൻ ക്രിസ്തു ജീവനിൽ നടത്തിയിടും. ആ ജീവനിൽ നീയാണ് ഉള്ളിലെ നാദം.
സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ പുത്രനാക്കി. നിൻ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ പുത്രനാക്കി. നിൻ സ്നേഹം നൽകി, എന്നെന്നും എന്നെ എന്നെന്നും എന്നെ പുത്രനാക്കി. നിൻ സ്നേഹം നൽകി, നിന്റെ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ പുത്രനാക്കി. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവൻ പ്രാണൻ നീയേ. എന്റെ എല്ലാം എല്ലാം നീയേ, ജീവൻ പ്രാണൻ നീയേ. എന്റെ എല്ലാം എല്ലാം നീയേ, എന്റെ ജീവൻ പ്രാണൻ നീയേ. എന്റെ എല്ലാം എല്ലാം നീയേ, എന്റെ ജീവൻ പ്രാണൻ നീയേ. നിന്മാർവോട് ചേരട്ടെ യേശുനാഥ, ഇന്നേ നീയാണ് എനിക്കെല്ലാം, നീയാണ് എല്ലാം എല്ലാം, എന്നുമെന്നും എന്റെ മാറോട് ചേരട്ടെ യേശുനാഥ, ഇന്നേരം നീയാണെന്റെ എല്ലാം എല്ലാം, എന്നുമെന്നും എന്റെ ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവൻ പ്രാണൻ നീയേ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവൻ പ്രാണൻ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവൻ പ്രാണൻ നീയേ. എന്റെ എല്ലാം നീയേ, എന്റെ ജീവൻ പ്രാണൻ നീയേ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലേക്ക് അടച്ചാട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതുവരെ ഞങ്ങളെ നടത്തിയതിനും ഇതുവരെ ഞങ്ങളെ കരുതിയതിനും അപ്പാ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അപ്പാ അങ്ങയുടെ പ്രാണൻ നൽകി, അങ്ങയുടെ ജീവൻ നൽകി. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളെ വീണ്ടെടുത്തതോർത്ത് ഞങ്ങൾ അങ്ങേ നന്ദി പറയുന്നു കർത്താവേ. ആമേൻ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം. ദൈവ സാന്നിധ്യം കൊണ്ട് കർത്താവ് നിറയ്ക്കണം. അഭിഷിക്തദാസനെ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കണം. കടന്നു വന്ന ഓരോ ദൈവമക്കളോട് കർത്താവ് വ്യക്തിപരമായിട്ട് സംസാരിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തതുപോലെയല്ല, ആമേൻ, ജോയിൻ ചെയ്ത് ആമേൻ ഹാലെ മീറ്റിംഗ് തീരുന്നതിന് മുന്നമേ തന്നെ ഹല്ലേലൂയ ഇരട്ടി ബലം പ്രാപിച്ച്, ഇരട്ടി ശക്തി പ്രാപിച്ച്, സമാധാനത്തോടെ, സന്തോഷത്തോടെ ആമേൻ ഹാലെ ഇറങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിൻ്റെ മധ്യത്തിലെല്ലാം വലിയ വിടുതൽ കർത്താവ് അയച്ചു തോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ പൂർണ്ണമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് ഇന്ന് പകൽ വലിയവ ചെയ്തതോർത്ത് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നപ്പോൾ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.
കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ഇന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് കൃപ ചെയ്തതോർ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി ഇഷ്ടമുള്ള പാട്ടുകൾ പ്രിയ ജിറ്റി പാടുവാനിടയായി. ദൈവസ്നേഹത്തെ ഓർക്കുവാനും ഒന്നും കൂടെ ദൈവത്തോട് അടുക്കുവാനും ഒക്കെ കർത്താവ് നമുക്കിടയാകട്ടെ. പ്രാർത്ഥിപ്പാനുള്ള സമയമാണല്ലോ. വിൽ ടേക്ക് അപ്പ് ഓൾ ദി പ്രയർ റിക്വസ്റ്റ്. പ്രാർത്ഥിപ്പാനുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. നോർത്ത് അമേരിക്ക ഈസ് ഗോയിങ് ത്രൂ വല്ലാത്ത ഒരു ഇൻക്രിമെൻറ്റ് വെതർ കണ്ടീഷനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. വി ആർ സിറ്റിംഗ് ഇൻ -27 degree. And I hear Dallas is also getting very cold. Sunday is going to be very, very cold. It's going to be -50 on Sunday. So, പ്രാർത്ഥിക്കുക. വെതർ കണ്ടീഷൻസ് ഒത്തിരി നല്ലതല്ല, ബട്ട് വി ആർ സേഫ്, ഗുഡ്. പ്രാർത്ഥിക്കാം. വിവിധമായ ആവശ്യങ്ങൾ ഇന്ത്യയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ താമസത്തായങ്ങൾ വിവിധ വിഷയങ്ങൾ ഓർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നാൽ പറയുന്ന എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ട് മറുപടി തരും. താമസത്തായങ്ങൾ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ പറയാം. പാസ്റ്റർ ചാക്കോ ജോർജ് പ്രാർത്ഥിച്ച് സഹായിക്കും. സ്റ്റീവ് പാസ്റ്റർ പറഞ്ഞതുപോലെ അമേരിക്കയിലെ വെതർ കണ്ടീഷൻസ്, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റില് 18 മുതൽ 24 ഇഞ്ച് വരെ സ്നോ വീഴുമെന്ന് പറയുന്നു. നമ്മളുടെ പ്രിയപ്പെട്ടവർ പലരെ ആ ഭാഗങ്ങളിലായിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രായത്തിലായിരിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. യാത്രകളിലും ഒക്കെ വീട്ടിൽ ഇറങ്ങേണ്ടി, വെളിയിൽ പോകേണ്ടി ആവശ്യം വന്നാൽ ദൈവം കാത്ത് സൂക്ഷിക്കുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയ എബ്രഹാം കുര്യൻ ആംഗിള് പറഞ്ഞ ഒരു പ്രാർത്ഥനാ വിഷയം ഞാൻ പറയുകയാണ്. ഹോങ് എന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. റീസെൻ്റ്ലി ഹി അക്സെപ്റ്റഡ് ക്രൈസ്റ്റ് ആസ് ഹിസ് സേവിയർ. എന്നാൽ ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. ഏകദേശം ഹോംലെസ് ആയ ഒരവസ്ഥയിലാണ്. അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, ദൈവം വിശ്വാസത്തിൽ വളർത്തുവാൻ ആ പ്രിയ ദാസനെ ഓർത്ത്, ഹോങ് എന്നാണ് പേര്, ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മൾ സാധാരണ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പോലെ ക്യാൻസറിനാല് മറ്റ് രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രസാദനായി, വത്സയ്ക്കായി പ്രാർത്ഥിക്കുക, ചിന്നുനായി പ്രാർത്ഥിക്കുക, ചിന്നമ്മ സിസ്റ്ററിനായി പ്രാർത്ഥിക്കുക, തമ്പിക്കായി, ബെറ്റ്സിക്കായി, അങ്ങനെ പല വിധമായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മളിൽ പലരും വാർദ്ധക്യത്തിലാണ്, ശാരീരികമായ ക്ഷീണങ്ങളുണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. പലരും പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. സ്കൂളിലും കോളേജുകളിലും ഒക്കെ പുതിയ സെമസ്റ്ററുകളിൽ കടന്നു പോയിരിക്കുന്ന നമ്മളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിവാഹപ്രായം എത്തി നിൽക്കുന്ന നമ്മളുടെ മക്കൾക്കായി അവർക്ക് നല്ല തുണകളെ ദൈവം ഒരുക്കുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവ വഴിയിൽ നിന്നും അകന്ന് ആൽക്കഹോളിനും ഡ്രഗ്സിനും ഒക്കെ അടിമകളായിരിക്കുന്ന പലര് ഉണ്ട്. അവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. അവരെയും ദൈവം കൃപയിൽ കാക്കുവാൻ സഹായിക്കുക. പാസ്റ്റർ സ്റ്റീവ് പറഞ്ഞതുപോലെ ഇന്ത്യയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ലോകത്തിൽ മറ്റ് സുവിശേഷ വേലകൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇറാനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വലിയ, ഞാൻ ഒരു ന്യൂസ് ക്ലിപ്പ് കണ്ടപ്പോൾ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ചർച്ച് ഇറാനിലാണ് എന്നാണ് അവര് പറയുവാൻ ഇടയായത്. അപ്പോൾ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രതികൂലങ്ങളുടെ നടുവിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവം, നമ്മളുടെ ദൈവം ആയിരിക്കാൽ നമ്മൾക്ക് നമ്മളുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷയും ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് പാസ്റ്റർ ചാക്കോ ജോർജ് പ്രാർത്ഥിച്ച് സഹായിക്കും. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഈ മനോഹരമായിരിക്കുന്ന രാത്രിയിൽ എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ പ്രാർത്ഥനയായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയുമുള്ള ഈ പ്രാർത്ഥനയെ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടും കർത്താവിൻ്റെ ശബ്ദം കൊണ്ടും
അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. നാളുകളായിട്ട് നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് ലീഡ് ചെയ്യുവാൻ ദൈവം കൃപ നൽകി. ഇന്ന് രാത്രിയും ലീഡ് ചെയ്യുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥന സഹകാരികളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, വീടുകളിലിരുന്ന് ശ്രദ്ധിക്കുന്നവരെയും, ഞങ്ങൾക്കറിയാത്ത പ്രയർ റിക്വസ്റ്റുമായി മനമുരുകി പ്രാർത്ഥിക്കുന്നവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാവീദ് പറയുന്നത് പോലെ, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് വിളിച്ചപേക്ഷിക്കും. നീ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദൈവം എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കാതെ എനിക്ക് ഉത്തരമല്ലെന്ന ദൈവമാണ്. ഞങ്ങളത് വിശ്വസിക്കുകയാണ്. കർത്താവെ, ഇന്ന് പ്രിയ തോമാച്ചനങ്ങൾ ഞങ്ങളോടിപ്പോൾ സംസാരിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ വെക്കുന്നു. ആദ്യമായിട്ട് ഈ വഴി പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന എല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തണുപ്പിൻ്റെ പ്രയാസം ഈ വെതർ കൊണ്ട് അമേരിക്കയിലും മറ്റിടങ്ങളിലും എല്ലാം തന്നെ നോർത്ത് ഈസ്റ്റിലുമൊക്കെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഭവനമുള്ളവർ, ഭവനമില്ലാത്തവർ, വാഹനമുള്ളവർ, ഇല്ലാത്തവർ, വഴിയരിയിൽ ഉറങ്ങുന്നവർ, ഹോംലെസ്. കർത്താവെ, അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കർത്താവെ സിറ്റികളിൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എബ്രഹാം കുര്യൻ എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് വേണ്ടി, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരുമില്ലാത്തവനായ ഒരു ഹോംലെസ് ലൈക്ക് കർത്താവെ ജീവിക്കുന്നുവെന്ന് കേട്ടല്ലോ. ആ വ്യക്തിയെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് ഈ രാത്രിയിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഏവർക്കും സഹായം നൽകുന്നവനും ഉയരത്തിൽ നിന്ന് കരനീട്ടി വിടുവിക്കുന്നവനും സർവ്വഹൃദയങ്ങളെയും അറിയുന്നവനുമായിരിക്കുന്ന ദൈവം, ഹാഗാറിൻ്റെ ശബ്ദം കേട്ടവൻ, ആർക്കുമില്ലാത്തവർക്ക് വേണ്ടി വഴികളെയും വാതിലുകളെയും when God closes one door, he opens another. ദൈവത്തിൻ്റെ വഴി വിശാലതയുള്ളത്, ദൈവത്തിന് എല്ലാത്തിലും പ്രവർത്തിപ്പാൻ കഴിയും. ഞങ്ങൾ ആ വ്യക്തിയെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അദൃശ്യകരം കാണേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ ഉറക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്യാൻസർ, ഞങ്ങൾ ധാരാളം ആളുകളുണ്ട് പേരുകൾ പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ. അങ്ങയുടെ ദാസൻ പല പേരുകൾ രോഗികളുടെ ഇവിടെ പരാമർശിച്ചു. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രസാദ്, വത്സ, തമ്പി, ബെറ്റ്സി തുടങ്ങിയ കർത്താവെ പേരുകൾ പറഞ്ഞ എല്ലാ വ്യക്തികളും, അവർക്ക് ഏത് രോഗമാണെങ്കിലും ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ മതിയായവനായ കർത്താവ്, അടിപ്പിണരുകളിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകിയത് പാപരോഗം മാത്രമല്ല, ഞങ്ങളുടെ ശാരീരിക രോഗങ്ങൾക്കും നീ മതിയായവനെന്ന് സുവിശേഷങ്ങളിൽ ഞങ്ങൾ കാണുന്നു. അങ്ങ് അനേകരെ സൗഖ്യമാക്കിയ ആ യേശു ഇന്നും ജീവിക്കുന്നു. കർത്താവ് സൗഖ്യമാക്കണമേ. കർത്താവിൻ്റെ വിടുതലും ആശ്വാസവും സമാധാനവും ആവശ്യമായിരിക്കുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി നൽകേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രായം ചെന്നവരുണ്ട്, മക്കളുണ്ടെങ്കിലും നോക്കാത്തവരും, നേഴ്സിംഗ് ഹോമിൽ കൊണ്ടിട്ടിരിക്കുന്നവരും, കൂടെ താമസിക്കുന്നെങ്കിലും ബെഡ്റൂമിലോട്ട് പോലും ഒന്ന് വന്ന് പപ്പ എന്തിയെ, മമ്മി എന്തിയെ എന്ന് ഒന്ന് നോക്കുകയോ, അവരെ ഒന്ന് സ്നേഹിക്കുകയോ, വിളിക്കുകയോ, പറയുകയോ, ഗവനിക്കുക പോലും ചെയ്യാതെ നടക്കുന്ന മക്കളുള്ള അനേക മാതാപിതാക്കളുണ്ട്. ഇതുങ്ങൾക്കെല്ലാം ബോധം കൊടുക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രായമുള്ള മാതാപിതാക്കളെ ദൈവം സഹായിക്കണമേ. അവരെ വീഴാതെ ബാത്റൂമിലും നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും ഞങ്ങളുടെ പ്രായമുള്ള എല്ലാവരെയും ഏൽപ്പിച്ചും സമർപ്പിച്ചും, വാർദ്ധക്യ സഹജമായ രോഗത്തിലൂടെ ആങ്സൈറ്റി ഇഷ്യൂസ്, ഡ്രൈവിങ്, നടക്കാൻ വയ്യാത്ത എല്ലാ പ്രശ്നങ്ങളുമുള്ളവരാണ്. അവരെല്ലാം ഇന്ന് ഈ രാത്രിയിൽ കർത്താവെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കോളേജുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പലരും അവർക്ക് ബോധിച്ച രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവരെല്ലാം നല്ലതാണ്, ചർച്ചയിൽ വരുമ്പോൾ നല്ലതാണ്, താഴ്ചയിൽ നല്ലതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വഴി വിട്ടു പോകുന്ന അനേകരുമുണ്ട്. എന്നാൽ കർത്താവിനോട് അടുത്ത് ചേർന്ന് ജീവിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കല്യാണം കഴിക്കാതെ നടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ധാരാളം കുഞ്ഞുങ്ങൾ പല കുടുംബങ്ങളിൽ അവിവാഹിതരായി തുടരുന്നു. അവർക്ക് ദൈവം വേഗത്തിൽ അവിടുന്ന് ബോധവും കൗൺസിലിങ്ങും എല്ലാം നൽകി കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാനിടയാക്കണമേ. പലരും കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് കർത്താവെ, 2 റൂമിൽ ഉറങ്ങുന്നവർ, പൊരിഞ്ഞാടി 2 അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നവർ, 2 കാറിൽ യാത്ര ചെയ്യുന്നവർ, 2 റൂമിൽ ജീവിക്കുന്നവർ, കർത്താവെ
മറ്റുള്ളവരുടെ മുമ്പിൽ കാണുമ്പോൾ അവരെല്ലാം ഭയങ്കരമായിരിക്കും. എന്നാൽ അവർ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അകന്ന് ജീവിക്കുന്നവരുണ്ട്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാത്തവർ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്തവർ, അവരെയെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഡ്രഗിന് അഡിക്റ്റായി, മദ്യപാനത്തിന് അഡിക്റ്റായിരിക്കുന്ന പെണ്ണും ആണുമുണ്ട് കർത്താവേ. അവരെയെല്ലാം ഞങ്ങൾ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജയിലുകളിൽ UP-യിലൊക്കെ 90-ലധികം പാസ്റ്റർമാർ ജയിലിൽ കിടക്കുന്നെന്ന് ഞങ്ങൾ കേട്ടു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇറാനുമായിട്ടുള്ള ഇഷ്യൂസിൻ്റെ വിവരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസൻ ഓർപ്പിച്ചല്ലോ, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ചർച്ച് ഇറാനിലാണെന്ന്. കർത്താവേ, ഭൂമിയിലെല്ലാം ഉള്ള പ്രവർത്തനങ്ങൾക്കായും സഭകൾക്കായും മിഷണറിമാർക്കായും പ്രവർത്തകർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന സർവ്വപിതാവിൻ്റെ മുമ്പിലാണ്. സകല കുടുംബത്തിനും പെറുവരുവാൻ കാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കുകയാണ്. ഞങ്ങളുടെ അപേക്ഷകളും യാതനകളും ഹൃദയത്തിൻ്റെ ശബ്ദവും എല്ലാം ദൈവം കേൾക്കുമാറാകണമേ. ഞങ്ങളുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ സ്വർഗപിതാവ് കൈക്കൊള്ളേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കേട്ടതിനാൽ സ്തോത്രം, 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 സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Such a joy to be with all of you and wherever you have joined from. I can see friends and family join from all parts of the world. So happy to see you all your happy faces. And you know, ഞങ്ങളെ കാണാതിരിക്കുന്നവർ അവരെല്ലാവർക്കും ഈ സക്കായി യേശുവിനെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ യേശു കാണണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഉള്ള സക്കായി ഒക്കെ ഉള്ള സൂം പ്ലാറ്റ്ഫോം ആയത്. എന്നാലും സാരമില്ല. സോ if your situation, circumstances allows you, please put your videos on. I won't force you, but it will be good. മിനിസ്റ്റർ ചെയ്യുന്ന കർത്താവിന്റെ ദാസന് അത് അനുഗ്രഹമായിരിക്കും. അനൂപാസിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. വർഷങ്ങളായി എഡിസൺ ക്രിസ്ത്യൻ ഫാമിലിയോട് ബന്ധമുള്ള കർത്താവിന്റെ ദാസനാണ്. ഞങ്ങൾ വളരെ എഡിസൺ ഫാമിലി വ്യക്തിപരമായിട്ടൊക്കെ ഞങ്ങൾ വളരെ ആത്മിക ബന്ധം പുലർത്തുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ്. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവ് ഉപയോഗിക്കുന്നു. ഇന്ന് രാത്രികാലം നമ്മോടൊപ്പം ആയിരിക്കാൻ കർത്താവ് ഈ പുതിയ വർഷത്തിൽ കർത്താവിൻ്റെ ദാസനെ നമ്മോടൊപ്പം കൂട്ടിക്കൊണ്ടുവന്നതിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഒട്ടും സമയം കളയാതെ മുൻപോട്ടുള്ള 1 hour, 1 മണിക്കൂറോളം സമയം കർത്താവിൻ്റെ ദാസൻ നമ്മോട് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് അറിയിക്കും, പ്രാർത്ഥിക്കും, ദൂതുകൾ അറിയിക്കും, നമുക്ക് വേണ്ടി ഉള്ള ആലോചനകളൊക്കെ അറിയിക്കും. സോ ബി പ്രിപ്പയർഡ്. കർത്താവിൽ നിന്ന് കേൾക്കുവാൻ ഒരുക്കത്തോടെ നമുക്കായിരിക്കാം. വളരെ സ്നേഹത്തോടെ ആദരവോടെ കർത്താവിന്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പാസ്റ്റർ അനു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഈ നല്ല നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുവാൻ സർവശക്തനായ ദൈവം ഭൂവരപ്പിൽ ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഒരു പ്രാവശ്യം കൂടെ ഈ കൂട്ടായ്മയിൽ കർത്താവിനെ ഉയർത്തുവാൻ തന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേക ഇതിന്റെ നേതൃത്വ നിരകൾ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ ലിൻഡ ആൻറ്റി, അതേപോലെ പ്രിയ തോമസ് അങ്കിൾ, അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിലുപരി ഇന്ന് പകലിൽ ഈ രാത്രിയിൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവവൃത്യൻ പ്രിയ സ്റ്റീവ് പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കാണുവാൻ ദൈവം ഒരുക്കിയ വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ തന്നെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ നല്ലവരായ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ രാത്രിയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ പ്രിയ ദൈവദാസിയെ, പ്രിയ മകളെ ദൈവം ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ആത്മഭാരത്തോടുകൂടെ തികഞ്ഞ ദൈവാശ്രയത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ ഉയർത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൊടുത്ത ആ വലിയ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് വാസ്തവമായി
ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് സ്റ്റേറ്റ്സിലായിരിക്കുന്ന പലരും പലവിധമാകുന്ന പ്രയാസങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകുന്നു. അവിടുത്തെ പ്രകൃതിയുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കുണ്ട് എന്ന് നന്നായിട്ടറിയാം. ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. ദൈവം നിങ്ങളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണമായി തീരട്ടെ. ദൈവത്താൽ മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു തിരുവെഴുത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന ആ സമയത്തിനകത്ത് ഞാൻ ഈ ദൂത് പറഞ്ഞിരിക്കുവാൻ ആത്മാവിൽ ശ്രമപ്പെടുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം അതിൻ്റെ 18, 19 തിരുവെഴുത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാനൊന്ന് കൊണ്ടുവരാൻ ആത്മാവിൽ ശരണപ്പെടുന്നു. ഇതിങ്ങനെ വായിക്കുന്നു: മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഈ ഭാഗത്ത് നിന്നുകൊണ്ട് വളരെ വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ്, പ്രത്യേകിച്ച് വചനത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവാത്മാവ് എനിക്ക് തന്ന വെളിപ്പാട് നിങ്ങളോട് കൈമാറി. ഈ 2026 ആണ്ട്, ഈ പുതുവർഷം, അതിൻ്റെ പ്രാരംഭ മാസം, ഒത്തിരി ദൂതുകളും ആലോചനകളും ദൈവശബ്ദവും ഒക്കെ കേട്ട് വരുന്നവരാണ് ഇതിനകത്ത് ഏറിയ ആൾക്കാരും. അപ്പോൾ തന്നെ എന്നോട് ദൈവാത്മാവ് കൈമാറിയ ഈ തിരുവെഴുത്തുകൾ നിങ്ങളെയും ഉറപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതായത് 2025 എന്നുള്ള വർഷം ഒത്തിരി ദൂതുകളും ആലോചനകളും ഒക്കെ കേട്ടു. ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടു. എന്നിട്ടും പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ ചോദിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കരയുന്ന നിരവധി വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. കർത്താവേ, നീ പറഞ്ഞ ആലോചന അല്ലെങ്കിൽ നീ കൈമാറിയ വെളിപ്പാട്, നിന്റെ ഭക്തന്മാരിൽ കൂടെ ഞങ്ങളോട് അറിയിച്ച ദൈവശബ്ദം, അത് പലപ്പോഴും ഞങ്ങളത് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചിട്ടും 2025 ഞങ്ങളുടെ മുൻപിൽ നിന്ന് പലപ്പോഴും അതിൻ്റെ ആ ആധികാരികതയോടെ അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ വെളിപ്പെടാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അത് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന പലരും ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിനകത്തുണ്ടാവാം. ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് വളരെ ആത്മാർത്ഥതയോടും വളരെ ആത്മഭാരത്തോടും തികഞ്ഞ പരിശുദ്ധയാത്മാവിൻ്റെ ആശ്രയത്തോടുകൂടെ ഞാൻ നിങ്ങളോട് ഇന്ന് ഈ രാത്രിയിൽ ഒരു കാര്യം പറയാൻ ആത്മാവിൽ ഞാൻ ശരണപ്പെടുന്നു. ദൈവം എന്തെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കാതിരിക്കത്തില്ല, അത് നടക്കുക തന്നെ ചെയ്യും, അത് വെളിപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്ക്, മടുത്തുപോകാതെ ദൈവസന്നിധിയിൽ നിങ്ങൾ മുട്ടുമടക്ക്. മനുഷ്യന്റെ മുൻപിൽ നമ്മൾ വിഷയങ്ങൾ ഇറക്കി വെക്കുന്നതിനേക്കാൾ നന്ന് കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന്, അല്ലെങ്കിൽ ആ സാന്നിധ്യത്തോട് ചേർന്ന് നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങൾ ഇറക്കി വെക്കുവാൻ തയ്യാറായാൽ അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന അധികാരത്തിന്റെ കരവുണ്ട്, അത് വെളിപ്പെടും എന്ന് ഞാൻ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ഇതിനകത്തളങ്ങളിൽ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ഒന്ന് പറഞ്ഞു തുടങ്ങുവാൻ ആത്മാവിൽ ശരണപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി അത് വേഗത്തിൽ വെളിപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. മറ്റൊന്ന്, ഒരു മറുപടിക്ക് വേണ്ടി മാത്രം നമ്മൾ ദൈവത്തെ വിശ്വസിക്കരുത്, ആരാധിക്കരുത്. ഒരു മറുപടിക്ക് വേണ്ടി മാത്രം
അങ്ങനെയുള്ളവരൊരു മറുപടി കിട്ടിക്കഴിയുമ്പോൾ അവര് പുറകോട്ട് മാറും, അവർ വിശ്വാസ ജീവിതം മുലയും. അല്ലെങ്കിൽ അവര് വരുന്നത് ഒരു മറുപടിക്ക് വേണ്ടി മാത്രം. നമ്മൾ അങ്ങനെയല്ല. കാൽവറിയുടെ കുലക്കളത്തിൽ അവസാനത്തുള്ള രക്തം വരെ ഊറ്റിയത് അല്ലെങ്കിൽ ചൊരിഞ്ഞത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടിയാണ്, അല്ലെ എന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു ഉറപ്പ്. മറ്റുള്ളവരിൽ നിന്ന് എന്നെ വേർപെടുത്തിയ വലിയ സ്നേഹത്തെ ആഴമായി അറിഞ്ഞ് ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ മുൻപോട്ടുള്ള നിങ്ങളുടെ ജൈത്രയാത്ര തുടരുന്നെങ്കിൽ അതിനകത്തളങ്ങളിൽ നിങ്ങൾ വലിയ അത്ഭുതങ്ങൾ, ദൈവസഭ, ദൈവജനം, ദൈവമക്കൾ, തലമുറകൾ, കുടുംബം, രക്തബന്ധങ്ങൾ ഒക്കെ വലിയ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രിയിൽ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ വളരെ ശാന്തമായി നിന്നുകൊണ്ട് ഈ തിരുവെഴുത്തിന്റെ ആഴങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ദൈവാത്മാവിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ എന്നോട് ദൈവാത്മാവ് ഇടപെടുന്നത് പോലെ ഞാൻ നിങ്ങളോട് ദൈവിക അരുളപ്പാടുകൾ കൈമാറുവാൻ ആത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായത്തിന്റെ 18-19 വാക്യമാണല്ലോ നാം വായിച്ചത്. അവിടെ പറഞ്ഞത്, മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, പുതിയതൊന്ന് ചെയ്യുന്നു. ഇതിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട ദൈവവൃദ്ധന്മാരുണ്ട്, ശക്തമായ നിലവാരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന അഭിഷക്തന്മാർ ഇതിന്റെ നടുവിലുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട ലീഡേഴ്സ് ഇതിന്റെ നടുവിലുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം എന്നിലും അറിവുള്ളവരും കഴിവുള്ളവരും ശക്തമായി ഉപയോഗിക്കപ്പെടുന്നവരൊക്കെ ഇതിനകത്തുണ്ട്. എങ്കിലും ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന നിയോഗത്തിന് അകത്ത് നിന്നുകൊണ്ടും എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രിയിൽ ഈ തിരുവെഴുത്ത് നിങ്ങളോട് കൈമാറുന്നത്. ഇത് ഏറ്റെടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ വെളിപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ആ ഭാഗത്തിനകത്ത് പറയുന്നു, പുതിയത് ഒന്ന് ചെയ്യും. നിങ്ങളത് ശ്രദ്ധിച്ചോണം. അതിനകത്ത് പറയുന്നത് പുതിയതൊന്ന്, ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ 2026 ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയതൊന്ന് ദൈവം ചെയ്യും എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളെ നിങ്ങൾ ഓർക്കണ്ട, നിങ്ങൾ അതിനെ വിട്ടുകളാം. കഴിഞ്ഞ കാലഘട്ടങ്ങളെ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടണ്ട. ദൈവം എന്തോ പുതിയതൊന്ന് ചെയ്യുമെന്ന് ഇന്ന് രാത്രിയിൽ ആത്മാവിനോട് ശക്തമായി ഇടപെടുക. അതിനകത്ത് ഒരു ഫിനാൻഷ്യൽ മേഖല മാത്രമല്ല, അല്ലെങ്കിൽ ഒരു രോഗസൗഖ്യം മാത്രമല്ല, അല്ലെങ്കിൽ അതിനകത്ത് മറ്റൊരു ലോകപരമായതൊന്നുമല്ല. എന്നോട് ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നത് ഇതെല്ലാം ഇതിനകത്തുണ്ടാവുമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ദൈവപ്രവർത്തികൾ നമ്മുടെ ഇടയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ മനസ്സിലാക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് ഞാൻ ഒരു തിരുവെഴുത്തും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 31-ാമത്തെ അധ്യായം 31-ാമത്തെ തിരുവെഴുത്ത് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. ശ്രദ്ധിച്ചോണേ. ആമേ. അതായത് ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോ ഈ 2026 ആണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കൈമാറി, അല്ലെങ്കിൽ ഒരു പുതിയ അനുഭവത്തിലേക്ക്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വർഷത്തിലേക്ക് ഞാനും നിങ്ങളും ഈ പ്ലാറ്റ്ഫോമിനകത്ത് കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും 2026 എടുത്ത് നമ്മളെ പരിശുദ്ധാത്മാവ് എടുത്ത് നിർത്തിയിരിക്കുമ്പോൾ ഒരു വലിയ കഷ്ടതയിൽ കൂടെ കടന്നു പോകാൻ വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുക എന്നുള്ള വിഷയത്തോടു കൂടെ മാത്രമല്ല, ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് ഇന്ന് രാത്രിയിൽ എന്നോട്
വളരെ ആധികാരികതയോടെ പറയാൻ ആത്മാവെന്നെ പ്രേരിപ്പിക്കുന്നത്, ഒരു പുതിയ നിയമം ചെയ്യുന്ന ഒരു കാലമാണ് ഈ 2026 ചില കാലഘട്ടങ്ങൾ, ചില നാളുകളെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ മനസ്സിലാക്കുന്നു. അതായത് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മനിയോഗത്തോടുകൂടെ ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാൻ ആത്മാവിൽ ശരണപ്പെടുകയാ. ദൈവം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അതിനുവേണ്ടി ആമേൻ അത് കേൾക്കുവാൻ, അതിനോട് യോജിക്കുവാൻ, അതിനോട് ചേർന്നിരിക്കുവാൻ, അല്ലെങ്കിൽ അതേ നിലവാരത്തിൽ മുൻപോട്ട് ദൈവത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്ത് മുൻപോട്ട് ആമേൻ അവന്റെ പദ്ധതി പ്രകാരം നീങ്ങുവാൻ തയ്യാറായാൽ ഇതിനകത്ത് കൂടിയിരിക്കുന്ന ദൈവമക്കളുടെ നിലവാരങ്ങൾക്ക് വലിയ വ്യത്യാസം വരും എന്ന് ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നു. അതായത് ഈ ചിലർക്ക് തോന്നും എല്ലാവരും ഈ സ്റ്റേറ്റ്സിലാണ്, US-ലാണ്, അമേരിക്കയിലാണ്, ജർമ്മനിയിലാണ്, ഓസ്ട്രേലിയയിലാണ്, UK-യിലാണ്, ഈ ഗൾഫിന്റെ പല മേഖലകളിലാണ്. ഇങ്ങനെ ഈ പല ആൾക്കാർക്ക് വ്യക്തികളെ കുറിച്ച് പല ധാരണയുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് വിളിച്ചു പറയാൻ ആത്മാവിൽ ശരണപ്പെടുകയാണ്. അതായത് പല രാജ്യങ്ങളിലും താമസിച്ച് ജോലി ചെയ്ത്, അല്ലെങ്കിൽ കർത്താവിനെ ഉയർത്തിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയൊക്കെ പോകുന്ന പലരുടെയും ജീവിതത്തെ ഒന്ന് ആഴമായി ഇറങ്ങി നമ്മളൊന്ന് പഠിച്ചാൽ വലിയ പ്രയാസത്തിൽ കൂടെയാണ് പലരും പോകുന്നത്. അത് എല്ലാവരും ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്നവരല്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിനകത്ത് കൂടിയിരിക്കുന്നവരും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ട്, വേദന അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ട്. മാത്രമല്ല ഇതിനകത്തളങ്ങളിൽ ഒരു പുതിയ അനുഭവത്തിന് വേണ്ടി കാംക്ഷിക്കുന്നവർ ഇതിനകത്തളങ്ങളിലുണ്ട്. ഇന്ന് രാത്രിയിൽ ആത്മാവിനോട് ശക്തമായി പറയുന്നു, നിങ്ങളെ നോക്കി പലരും പല നിലവാരത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ആത്മാവിനോട് ശക്തമായി പറയാൻ ദൈവാത്മാവെന്നെ പ്രേരിപ്പിക്കുകയാ. നിങ്ങളുടെ നിലവാരങ്ങൾക്ക് വ്യത്യാസം വരുത്തി, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന്, നിങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തി 2026 ഒരു വ്യത്യസ്ത തലത്തിലേക്ക് നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ഉയർത്തി കാണിക്കുവാൻ, അല്ല നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ വെളിപ്പെടുത്തി മുൻപോട്ടുള്ള ജൈത്രയാത്ര തുടരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് ചില പുതിയ നിയമ ഉടമ്പടിയോടെ, അല്ലെങ്കിൽ ചില പുതിയ നിയമത്തിന്റെ ആധികാരികതയോടെ നിങ്ങളെ, ദൈവജനത്തെ, ദൈവസഭയെ വഴി നടത്തുന്ന കാലമാണ് മുൻപിലുള്ളതെന്ന് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ തിരുവെഴുത്തുകൾ നിങ്ങളോട് കൈമാറുമ്പോൾ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്ക്. കർത്താവേ, എന്നോട് ഇടപെടണമെന്നും എൻ്റെ കുടുംബത്തോട് ഇടപെടണമെന്നും എൻ്റെ തലമുറകളോട് ഇടപെടണമെന്നും നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്ക്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും, അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെ വാർവിടുവിക്കുന്നത് വരെ തുളച്ചു ചെല്ലുന്നത്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്ക്. കർത്താവേ, നീണ്ട നാളുകൾ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധിയിൽ കരയുന്നു. പലപ്പോഴും ഞങ്ങൾ അവിടുത്തെ വചനം കേട്ട് ആശ്വസിക്കുന്നുണ്ട്. നിന്റെ ഭക്തന്മാരിൽ കൂടെയുള്ള ദൂതുകൾ ഞങ്ങളെ ഉറപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത് പോരാ. ഇന്ന് രാത്രിയിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലിറങ്ങി ഒരു പുതിയ ഉടമ്പടിയോടെ, ഒരു പുതിയ അനുഭവത്തിനകത്ത് ഞങ്ങളെ ഉറപ്പിക്കണമെന്ന് ഇന്ന് രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്ക്. ദൈവജനം, ദൈവമക്കൾ ഒരു വലിയ അടയാളം കാണും എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ശക്തമായി നിങ്ങളോട് അരുളപ്പാട് കൈമാറുകയാ. എത്ര പേരത് വിശ്വസിക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ. ഇത് രാത്രിയിൽ
സമയം പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ആമേൻ ഓടരുത്. ആത്മാവിനോട് ശക്തമായി പറയുന്നു, നിങ്ങളോട് ദൈവത്തിന് എന്തോ കൈമാറാനുണ്ട്, നിങ്ങളോട് ദൈവത്തിന് എന്തോ സംസാരിക്കാനുണ്ട്. ആത്മാവിനോട് ശക്തമായി ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് പറയാൻ ആത്മാവെന്നെ പ്രേരിപ്പിക്കുകയാ. ആമേ സമയം പോയി. എനിക്കറിയാം ഇതിനകത്ത് ജോലിയുള്ളവരുണ്ട്, ആമേ ജോലി ചെയ്യുന്നവരുണ്ട്, ആമേ നിങ്ങൾക്ക് ടൈം വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആരെയും ആമേ പിടിച്ചിരുത്താൻ പറയുന്നതല്ല. ഇന്ന് രാത്രി നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. ഇതിന്റെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടുകൂടെ ഓർമ്മിപ്പിക്കുകയാ. നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ. രക്തസാക്ഷ്യം 2026 ദൈവമക്കളെ, ഈ പ്ലാറ്റ്ഫോമിനകത്ത് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേ നിങ്ങളുടെ പ്രായമല്ല ഇവിടുത്തെ വിഷയം, ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ഇവിടുത്തെ വിഷയം. പ്രായം ഓരോ വർഷം മുൻപോട്ട് പോകുമ്പോഴത് കടന്നുപോകും, പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം ആലോചനയ്ക്ക് മാറ്റമില്ല. ഇന്ന് രാത്രിയിൽ അത് ചലിക്കപ്പെടുമെന്ന് ആത്മാവിനോട് ശക്തമായി പറയാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ എന്നെ പ്രേരിപ്പിക്കുകയാ. അതുകൊണ്ട് കരയുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്. ആത്മാവ് നിങ്ങളോട് പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഒന്നുകൂടെ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഒരു പുതിയ ആമേൻ അനുഭവത്തിലേക്ക് എന്റെ ദൈവം നിങ്ങളുടെ കരം പിടിക്കുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ദൈവപ്രവൃത്തിയുടെ ആഴം ഇതിനകത്തളങ്ങളിൽ വെളിപ്പെടുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. അതായത് നിയമത്തെ കൊണ്ടുവന്ന്, കഠിനമായ നിയമങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ മേൽ ഞാൻ അടിച്ചേൽപ്പിക്കുന്നതല്ല. തിരുവെഴുത്തിനകത്ത് പറയുന്ന ഒത്തിരി നിയമങ്ങളുണ്ട്. അതൊക്കെ അനുസരിച്ച് മുൻപോട്ട് പോകുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുന്നത്. എല്ലാം എനിക്ക് നിങ്ങളോട് പറയാൻ സാധ്യമല്ല, എങ്കിലും നിങ്ങൾക്കെല്ലാം നന്നായി അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്ക്. ഇതിന്റെ നടുവിൽ വലിയ വിടുതലുകളെ ദൈവം ചെയ്യും എന്ന് ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നു. ദൈവപ്രവൃത്തിയുടെ ആഴം ഇതിന്റെ നടുവിൽ ചലിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ഓർമ്മിപ്പിക്കുന്നു. അതിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഞാൻ അതിന്റെ അകത്ത് ഒരു പദം കൂടെ ആമേൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്യാഗിനിയായ മകളെ, നീ എത്രത്തോളം ഉഴന്ന് നടക്കും, യഹോവ ദേശത്ത് ഒരു പുതുമ സൃഷ്ടിക്കുന്നു. ശ്രദ്ധിച്ചോണേ, യഹോവ ദേശത്ത് ഒരു പുതുമ സൃഷ്ടിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു, ആ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 31-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന ആമേൻ ഒരു വചനമാണ്. അതായത്, വിശ്വാസത്യാഗിനിയായ മകളെ, നീ എത്രത്തോളം ഉടന്നു നടക്കും. അടുത്തത് പറയുന്നു, യഹോവ ദേശത്ത് എന്ത് ചെയ്യുന്നു, ഒരു പുതുമ സൃഷ്ടിക്കുന്നു. ഇന്ന് ഈ രാത്രിയിൽ ഇതിനകത്തളങ്ങളിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവിന് രാത്രിയിൽ ഇടപെടുകയാ. നിങ്ങളായിരിക്കുന്ന ദേശത്ത്, ഇതിന്റെ ചരിത്രപ്രധാനമായ വിഷയങ്ങളിലേക്ക് കടന്നു പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആത്മീക പശ്ചാത്തലത്തിലേക്ക് അങ്ങ് വരികയാ. ആമേൻ. എനിക്കത് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒത്തിരി സമയം മുൻപോട്ട് പോകും. നിങ്ങളോടുള്ള അരുളപ്പാടുകൾ, ആലോചനകളൊക്കെ കൈമാറാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഞാൻ ആ ആത്മീക വെളിപ്പാടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുകയാ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേ, നിങ്ങളായിരിക്കുന്നത് ഏത് ദേശമാണോ, ഇനി ഏത് മേഖലയാകട്ടെ, അവിടെ ദൈവം എന്ത് ചെയ്യും, ആമേ, ഒരു പുതുമ സൃഷ്ടിക്കും എന്ന് ആത്മാവിനോട് ശക്തമായി ഇടപെടുകയാ. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. അതിന് ഒരു തെളിവ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ, സുവിശേഷത്തിനകത്ത് നിന്ന് ഒരു തെളിവ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആത്മാവിൽ ക്ഷണപ്പെടുകയാണ്. യോഹന്നാന്റെ ആമേൻ ഹല്ലേലൂയ സുവിശേഷത്തിനകത്ത് ആമേൻ അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ ആമേൻ 45 താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിങ്ങനെ ഞാൻ അതിനകത്ത് ഇങ്ങനെ വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകനും
പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ ജോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട്, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടിട്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് ആമേൻ അതേ പറഞ്ഞു. ശ്രദ്ധിച്ചോണേ, ഈ സംഭാഷണം നഥനയേലും അപ്പോൾ തന്നെ അതിനകത്തളങ്ങളിൽ ഫിലിപ്പോസ് ഉണ്ട്, യേശു ഉണ്ട്. നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. ഇതിനകത്ത് ആത്മാവിനോട് പറയുന്ന, എനിക്ക് തരുന്ന ഒരു ശക്തമായ ദൂത് നിങ്ങളോട് ഇന്ന് രാത്രിയിൽ കൈമാറാൻ വേണ്ടിയാ. നിങ്ങൾ പ്രാർത്ഥിക്കുക. വചനത്തിന് ഒരു പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ വചനത്തിന്റെ ആധികാരികത ഒന്ന് പറഞ്ഞ് ഞാൻ അതിനകത്തുകൂടെ വെളിപ്പാട് നിങ്ങളോട് ഞാൻ കൈമാറാം. അതായത് ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടിട്ട് അവരുടെ ന്യായപ്രമാണത്തിൽ മോശയെയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ ജോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. പിന്നീട് ഇങ്ങനെ വായിക്കും, നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടിട്ട് യേശു പറഞ്ഞതാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. നോക്കിക്കേ, യേശുവാണ് ആരെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത്? നഥനയേലിനെ കുറിച്ച് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, അവനിൽ എന്തില്ല? കപടമില്ല. സ്തോത്രം. ഈ കാലഘട്ടത്തിലുള്ള വിശ്വാസികളായിരിക്കുന്നവരെയും അല്ലെങ്കിൽ പ്രസംഗിക്കുന്നവരെ ഒക്കെ നോക്കിയാൽ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാ. നമുക്കെല്ലാവരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. അതായത് ദൈവസഭയിലാകട്ടെ, വിശ്വാസഗോളത്തിലാകട്ടെ, അപ്പോൾ തന്നെ പല മേഖലകളിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. നോക്കിക്കേ, സർവശക്തനായ ദൈവം അല്ലെങ്കിൽ അഖിലാണ്ടത്തിന്റെ ഉടയവൻ ഇറങ്ങി നിന്നിട്ട്, അല്ലെങ്കിൽ വഴിത്തലക്കൽ നിന്നുകൊണ്ട് നഥനയേലിനെ നോക്കിയിട്ട് പറയുകയാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ എന്തില്ല? ഇവനിൽ കപടമില്ല. നോക്കിക്കേ, നമുക്ക് ലോകത്തിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട, രക്തബന്ധങ്ങളുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. ആരും നമ്മുടെ സാക്ഷ്യം പറയണമെന്നില്ല. ഇന്ന് രാത്രിയിൽ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയാൻ ദൈവാത്മാവിൽ ശരണപ്പെടുകയാ. അഖിലാണ്ടത്തിന്റെ ഉടയവൻ, സർവശക്തനായ ദൈവം എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും എന്ത് പറയുന്നു എന്നുള്ളതിലാണ് വിഷയം. അല്ലാതെ ലോകം പറയുന്നതിലല്ല, വ്യക്തികൾ പറയുന്നതിലല്ല. ലോകത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇതിനകത്തിരിക്കുന്ന ആർക്കും വേണ്ട എന്നുള്ളതാണ്. അതേ, ഞാൻ ഇന്ന് രാത്രിയിൽ കൈമാറും. നമുക്ക് വേണ്ടത് സർവശക്തനായ ദൈവത്തിന്റെ സാക്ഷ്യമാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ദാവീദിനെ നോക്കിക്കൊണ്ട് ജനിപ്പിച്ച അപ്പൻ പറഞ്ഞൊരു പദമാണ്, ഇവനെ കൊണ്ട് ഗുണമില്ല, ഇവൻ കാട്ടിൽ വനാന്തരത്തിൽ ആടിനെ മേയ്ക്കുന്നവൻ എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ നോക്കി വിധിയെഴുതുമ്പോൾ ഉയരത്തിലെ ദൈവം ദാവീദിനെ നോക്കി പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. അവൻ കോമളരൂപി, അവൻ സുനേത്രൻ, അവൻ പവിഴ നിറമുള്ളവൻ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില പുതിയ വഴികൾ തുറക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക്, ദൈവജനത്തിന് ഒരു പുതിയ അനുഭവത്തിൽ കൂടെ കടന്നു പോകുവാൻ ദൈവം വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കൾക്ക് ലോകത്തിന്റെ സാക്ഷ്യം വേണ്ട. ഇന്ന് രാത്രിയിൽ ആത്മാവെന്നോട് ശക്തമായി പറയുന്നു, ഉയരത്തിലെ ദൈവം എന്തു പറയുന്നുവോ അതിനകത്ത് നിങ്ങൾ ഉറയ്ക്ക്. ഒരു വിടുതൽ ഇന്ന് രാത്രിയിൽ ഇതിന്റെ നടുവിൽ വെളിപ്പെട്ടു വരുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക്
ഈ എന്താ നമ്മൾ ഇപ്പോൾ ചിലര് ഉണ്ട്, എൻ്റെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നോ? അപ്പോ 10 പേര് പറയും കൊള്ളായിരുന്നു, വളരെ അനുഗ്രഹമായിരുന്നു, ഭയങ്കര. അപ്പൊ നമുക്ക് ഇത് കേൾക്കാൻ ഒരു വലിയ സന്തോഷമാണ്. ചിലർ പറയും എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ട്, കൊള്ളാം, നല്ലതാണ്, ആമേ. ചിലർ പറയും എൻ്റെ വാഹനം കണ്ടു, കൊള്ളാം, നല്ലതാണ്, ആമേ. ഇതെല്ലാം പറഞ്ഞു കഴിയുമെങ്കിലും അങ്ങോട്ട് മാറുമ്പോൾ അവര് അത് തിരുത്തി പറയും, അല്ലെങ്കിൽ അത് തിരിച്ചു പറയും. ഇത് നമ്മൾ കേൾക്കുന്നില്ല. സ്തോത്രം. ഇത് നമ്മൾ കേൾക്കുന്നില്ല. ഒരിക്കൽ ഞാൻ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്നെ ഈ വഴിയിൽ നിന്നുകൊണ്ട് ചിലര് എന്നോട് പറയും, പാസ്റ്റർ ഒരു 100 രൂപ തന്നിട്ട് പോകണം. ചിലർ പറയും 200 തന്നിട്ട് പോകണം. ഞാൻ എപ്പോഴും ഇല്ല, വല്ലപ്പോഴും. അപ്പൊ ഞാൻ ഈ എൻ്റെ കയ്യിൽ മടിയുണ്ട്, പക്ഷെ എങ്കിലും ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവര് പിന്നെ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, കൊടുക്കും. ഈ കൊടുത്തിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവര് പിന്നെ എന്നെ പറ്റി എന്ത് ചെയ്യും, പലതും പറയും. അപ്പൊ ഇങ്ങനെ ഒരു സുഹൃത്ത് ഇവരുടെ ഇടയിൽ ഇരുന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? പാസ്റ്ററെ, നിങ്ങളെ പറ്റി അവര് പറയുന്നതൊക്കെ ഒരു വേറൊരു ലെവലിലാണ്. അതായത് ഇഷ്ടം പോലെ ഉണ്ട്, അപ്പൊ എന്താ നമുക്ക് വാങ്ങിച്ചാൽ, നമുക്ക് കിട്ടിയാൽ എന്താ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, അങ്ങനെ മാറും. സത്യത്തിൽ ആമേൻ, ദൈവമാണ് ഞങ്ങളെ നടത്തുന്നത്, ദൈവമാണ് ഞങ്ങളെ നിർത്തുന്നത്, ദൈവമാണ് ഞങ്ങളെ ഓടിക്കുന്നത്. അപ്പോ ഈ കക്ഷി, ഈ വ്യക്തി എന്ത് ചെയ്യുന്നറിയാമോ? ഇതുപോലെ ഒരു ദിവസം ഞാനിങ്ങനെ പോകുമ്പോൾ എന്നോട് പൈസ ചോദിച്ചു, ഞാൻ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ മറ്റേ കക്ഷി എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഫോൺ ഓൺ ആക്കി അദ്ദേഹത്തിന്റെ പോക്കറ്റിലിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവരവിടെ പറയുന്നത് ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. നോക്കിക്കോണം, നമ്മളെ കാണുമ്പോൾ ഒരു നല്ലത് പറയും, പക്ഷെ നമ്മൾ അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവര് ദോഷം നിരൂപിക്കും. ആമേൻ. അവരെന്ത് ചെയ്യും, നമ്മളെ കുറിച്ച് നല്ല വാക്ക് പറയത്തില്ല. ഇന്ന് രാത്രിയിൽ ആത്മാവെന്നോട് പറയുന്നു, ദൈവമക്കളെ, നമുക്ക് ലോകത്തിന്റെ സാക്ഷ്യം ഒന്നും വേണ്ട. ആമേ. ലോകം നമ്മളെ ഉയർത്തണ്ട, ലോകത്തിൻ്റെതൊന്നും നമ്മുടെ മുൻപിൽ വെളിപ്പെടണ്ട. ദൈവം എന്തെങ്കിലും നിങ്ങളോട് കൈമാറിയിട്ടുണ്ടോ, അത് നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഇന്ന് രാത്രി ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ആമേൻ. അതിനെ ആരടച്ചു കെട്ടിയാലും ആത്മാവിനോട് പറയുന്നു, ദൈവം ചിലത് തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ സാധ്യമല്ല. ഇന്ന് രാത്രിയിൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. 2026 ഈ 1-ാം മാസം ആത്മാവിനോട് ശക്തമായി ഇതിനകത്ത് നിന്നുകൊണ്ട് ഇടപെടുകയാണ്. ഈ 23-ാം തീയതി രാത്രി, ആമേൻ, ഇന്ത്യൻ ടൈം 24-ാം തീയതി പകൽ ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവ് ഇടപെടുന്നു. നിങ്ങളുടെ ചരിത്രത്തെ തിരുത്തുവാൻ ദൈവത്തിന്റെ സാക്ഷ്യം മതി. ലോകത്തിന്റെ സാക്ഷ്യം നമുക്ക് വേണ്ട. നഥനയേലിനെ നോക്കിയിട്ട് നസ്രയൻ പറയുകയാണ്, എന്താ പറഞ്ഞത്? ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ എന്തില്ല, ഇവനിൽ കപടമില്ല എന്ന് യേശു പറഞ്ഞു. നഥനയേൽ ഇത് കേട്ടിട്ട്, ആമേൻ, അവൻ പറയുകയാണ്, എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. ശ്രദ്ധിച്ചോണേ. ആമേൻ. ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു പറയുകയാ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആമേൻ. നിങ്ങളുടെ ഇരുപ്പും നിങ്ങളുടെ കിടപ്പും നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ ജോലി, ആമേൻ, നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ഇരിക്കുന്നത് അതെല്ലാം നന്നായി അറിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അതേ, നമ്മളെ കണ്ടിട്ട് കാണാതെ പോകുന്ന ഒരു ശക്തിയെ അല്ല നമ്മൾ ആരാധിക്കുന്നത്, നമ്മെ നന്നായി അറിയുന്ന. ഇന്ന് രാത്രിയിൽ എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? എന്നെ നന്നായി അറിയുന്ന, എന്റെ മുൻപോട്ടുള്ള ഗമനങ്ങളെ നന്നായി അറിയുന്ന, എന്റെ മുൻപിൽ എന്തെല്ലാം വെളിപ്പെടണമെന്നുണ്ടോ അതെല്ലാം നന്നായി അറിയുന്ന ഒരു നല്ല കർത്താവിനെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. അത് ലഭിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം
ഭാഗ്യമാണ്. അത് ലഭിച്ചത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, ഈ സാന്നിധ്യം വഴിത്തലക്കലിൽ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതല്ല. ആമേൻ, അന്ത്യത്തോളം ചേർത്ത് പിടിക്കുന്ന ഒരു കരം, അന്ത്യത്തോളം നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കരം ഇന്ന് രാത്രിയിൽ ഇതിന്റെ നടുവിലുണ്ട്. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് ഞാൻ ആത്മാവിൽ ഓർമ്മിപ്പിക്കുന്നു. ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപേ, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപേ എന്ന് പറയുന്നതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അത്തിയുടെ കീഴിൽ ഇരിക്കുന്നതിനകത്ത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആത്മാവിൽ ശ്രമപ്പെടുകയാണ്. യഹൂദന്മാരുടെ ഭവനം ഒറ്റമുറിയാണ്, ഒറ്റ നീളത്തിൽ ഒറ്റമുറിയാണ്. അതിനകത്തളങ്ങളിലാണ് അവർ ആഹാരം പാകം ചെയ്യുന്നത്, അതിനകത്താണ് കുഞ്ഞുങ്ങൾ കളിക്കുന്നത്, അതിനകത്താണ് അവർ വിശ്രമിക്കുന്നത്, അതിനകത്താണ് അവര് അതേ വചനം തോറ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്നത്. പക്ഷേ ഈ ബഹളങ്ങളുടെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു മാറി ദൈവത്തിന്റെ അതേ തിരുവെഴുത്തുകളെ വെളിയിൽ പോയി അല്പം വിദൂരത്തിലേക്ക് മാറിയിരുന്ന് അത്തിയുടെ കീഴിലിരുന്നു കൊണ്ട് ദിനം പ്രതി വചനം ധ്യാനിക്കുന്ന ഒരു പതിവ് നഥനയിൽ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നസ്രയനെ അവൻ കാലഘട്ടം കൊണ്ട് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ശ്രദ്ധിച്ചോണേ, ഫിലിപ്പോസ് മുന്നമേ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോ, അതായത് അവിടെ നമ്മൾ വായിച്ച 45-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. നോക്കിക്കേ, അപ്പോ ഈ നഥനയേൽ ഒരു കാലഘട്ടം മുതലേ ഇതിനകത്തളങ്ങളിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാ. ആരെ? ഇതിനകത്ത് എഴുതിയിരിക്കുന്ന മോശയും ന്യായപ്രമാണവും പ്രവാചകന്മാരും ന്യായപ്രമാണത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നവനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അതിനകത്ത് നഥനയേലും വെളിയിൽ പോയിരുന്ന് അത്തിയുടെ കീഴിലിരുന്ന് ഈ എഴുതിയിരിക്കുന്നവനെ അന്വേഷിക്കുകയാ. ഇന്ന് രാത്രിയിൽ ആത്മനിയോഗത്തോടെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, നിങ്ങൾ പ്രാർത്ഥിക്ക്, നിങ്ങൾ ആത്മാവിൽ പോരാട്, ദൈവസന്നിധിയിൽ മുട്ടുമടക്ക്, ആത്മാവിൽ കരയ്. നിങ്ങളുടെ മുൻപിൽ ഈ സാന്നിധ്യം വെളിപ്പെടുക തന്നെ ചെയ്യും. ചില പുതിയ അനുഭവങ്ങൾ തുറന്നു തരാൻ, ചില പുതിയ നന്മകളെ തുറന്നു തരാൻ, ചില പുതിയ മേഖലകളിലേക്ക് നിങ്ങളെ വഴി നടത്താൻ, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവ പ്രവൃത്തിയുടെ മേഖലയിലേക്ക് നിങ്ങളെ വഴി നടത്തുവാൻ ഈ സാന്നിധ്യം ഞാനും നിങ്ങളും സേവിക്കുന്ന സർവശക്തനായവൻ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുമെന്നുള്ളതിൽ രണ്ട് ഭാഗമില്ല. അത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. ഈ 2026 മടുത്തുപോയി ഞാൻ പ്രാർത്ഥിച്ച് ഇനി എനിക്ക് കരയാൻ കണ്ണുനീരില്ല, ഇനി എനിക്ക് പ്രാർത്ഥിക്കാൻ വയ്യ എന്നൊന്നും ആരും പറയരുത്. നാളുകൾ കൊണ്ട് ന്യായപ്രമാണത്തിനകത്ത് എഴുതിയിരിക്കുന്നവനെ, മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ നാളുകൾ കൊണ്ട് ഒരു മടിയും കൂടാതെ വീടിന്റെ ബഹളങ്ങൾക്കകത്തളങ്ങളും മാറിയിരുന്ന് അത്തിയുടെ കീഴിൽ പോയിരുന്ന് ശാന്തമായി അന്വേഷിക്കുന്നവൻ നഥനയേലിന്റെ മുൻപിൽ ഒരു സുപ്രഭാതത്തിൽ അതേ പൂർവാധികമാധികാരികതയോടെ അവൻ വെളിപ്പെട്ടു വന്ന് നിൽക്കുകയാ. ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരാത്മസാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഈ പ്ലാറ്റ്ഫോമിനകത്ത് വെളിപ്പെട്ടു വരികയാ. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ അന്വേഷിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥന കഴിക്കുന്ന, ദൈവജനം ആരാധിക്കുന്ന സർവശക്തന്റെ സാന്നിധ്യം വരുന്ന കാലഘട്ടങ്ങൾ, വരുന്ന സമയങ്ങൾ ഇന്ന് രാത്രി മുതൽ ചിലരുടെ പേഴ്സണൽ പ്രയറിനകത്ത്, ആരാധനയ്ക്കകത്ത് അത് വെളിപ്പെട്ടു വരുന്ന നിമിഷങ്ങൾ വിദൂരമല്ല എന്ന് ആത്മാവിനോട് ശക്തമായി ഇടപെടുകയാ. നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് കേട്ടോ.
നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഓ ലാബ്ര ശാൽഖാമാന അർത്ഥമാന ഹംബൽ പ്രവസിയന്തര യേശുവിന് അധികാരമുള്ള നാമത്തിൽ ലേമ ഹതരാമ ശാൽഖേനിയ ലോറോ ഥൊരോമോ ശാൽഗാമ റാഥാനിയ ആത്മാവിനോട് ചില പുതിയ ആമേൻ മേഖലകളെ തുറക്കാൻ, ചില പുതിയ അനുഭവങ്ങൾ തരാൻ, ചില പുതുവഴികൾ തുറക്കാൻ, ചില പുതിയ നന്മകൾ തരാൻ, ഒരു പുത്തൻ അഭിഷേകം തരാൻ, ചില പുതിയ നിയമങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ ഇന്ന് രാത്രിയിൽ ആത്മാവിനോട് പറയുകയാ. പിശാചിന് തടുക്കാൻ കഴിയാത്ത, അന്ധകാരത്തിന് തടുക്കാൻ കഴിയാത്ത, വിചാരങ്ങൾക്ക് തടുക്കാൻ കഴിയാത്ത, പൈശാചിക കോട്ടകൾക്ക് തടുക്കാൻ കഴിയാത്ത അഖിലാണ്ടത്തിന്റെ ഉടയവൻ അവന്റെ ആധികാരികതയോട് ഇന്ന് രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്ലാറ്റ്ഫോമിനകത്ത് അവൻ വെളിപ്പെട്ടു വരുന്ന രാത്രി എന്ന് ആത്മാവിന്ന് രാത്രിയിൽ ഇടപെടുകയാ. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതിന്റെ നടുവിൽ ആ വിടുതൽ നടക്കുന്നു കേട്ടോ. ആത്മസാന്നിധ്യം ഇതിനകത്ത് ചലിക്കപ്പെടുന്നുണ്ട്. എന്റെ ശബ്ദം ഓവറായി പോകുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ആത്മസാന്നിധ്യം വെളിപ്പെട്ടു വരുമ്പോൾ എന്റെ ശരീരത്തെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാവുന്നതല്ല. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചോ. എവിടൊക്കെയോ ചില മുഖങ്ങൾ പൊട്ടുന്നുണ്ട്, എവിടൊക്കെയോ ചില ബന്ധനങ്ങൾ അഴിയുന്നുണ്ട്, എവിടൊക്കെയോ ചില കെണികൾ പൊട്ടുന്നുണ്ട്. ഒരു പുതിയ അനുഭവം നീ കാണത്തില്ലെന്ന് പിശാച് എഴുതി വച്ച ചില മേഖലകൾ ഇന്ന് പകൽ ഈ രാത്രിയിൽ അത് പൊട്ടിത്തുടങ്ങുന്നുണ്ട്. ആത്മാവ് ഇടപെടുകയാ. രോഗിയാക്കാൻ, ഒതുക്കിക്കളയാ, നിന്റെ വഴിയടച്ചു കളയാ, തലമുറയെ കെട്ടിക്കളയാ, വാക്തത്വത്തെ കെട്ടിക്കളയാ. ആത്മാവനോട് പറയുന്നു, പിശാച് കെട്ടിയത് ഇന്ന് രാത്രിയിൽ പൊളിച്ചുകൊണ്ട് ഒരു സാന്നിധ്യം കാത്തിരുന്ന ദൈവവൈതലേ അത് വെളിപ്പെട്ടു വരുന്നെന്ന് ആത്മാവിന്ന് രാത്രിയിൽ ഇടപെടുകയാ. ഇതൊരു ചെറിയ അല്ലെങ്കിൽ ഒരു ചെറിയ സൂം പ്ലാറ്റ്ഫോം ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത്. ഇന്ന് രാത്രിയിൽ അതേ ദേശാന്തര വ്യാപാരങ്ങൾ, ഇന്റർനാഷണൽ മേഖലകളിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ ഇന്ന് രാത്രിയിൽ ആത്മാവ് കീറിക്കൊണ്ട് ചിലതിനെ പിശാച് കെട്ടിയിട്ടിരിക്കുന്ന കെണിക്കകത്ത് നിന്ന് പുറത്തെടുത്ത് ഒരു പുതിയ അനുഭവം ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ആത്മാവ് വേർതിരിക്കുന്ന ഒരു വെളിപ്പാട് ദൈവാത്മാവ് എനിക്ക് കൈമാറുകയാ. എത്ര പേർ വിശ്വസിക്കുന്നെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്കിന്ന് രാത്രിയിൽ ഈ പകൽ ഞാൻ തിരിച്ചറിയുന്നു, ഇതിനകത്തൊരു വലിയ ദൈവപ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്തൊരു വലിയ വിടുതലുണ്ട്. രോഗിയാക്കി ഒതുക്കിക്കളയാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. രോഗിയാക്കി നിന്നെ ഇരുത്തിക്കളയാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇതാ ഒരു പുതിയ അനുഭവം ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം കൈമാറുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഇടപെടുകയാ. രക്തം ജയം, രക്തം ജയം. ആത്മാവനോട് പറയുന്നു, ഒരു പുത്തൻ അഭിഷേകം ഇന്ന് രാത്രിയിൽ ഇതിനകത്തളങ്ങളിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തും കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഒരു പുത്തൻ അഭിഷേകം ഇന്ന് രാത്രിയിൽ ഇതിനകത്തളങ്ങളിൽ വെളിപ്പെട്ടു വരും. ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ദൈവപ്രവൃത്തിയുടെ ആഴം ഇതിനകത്തളങ്ങളിൽ ആത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവപ്രവൃത്തിയുടെ ആഴം ഇതിന്റെ നടുവിൽ ചലിക്കപ്പെടുന്നു. യേശുവിൻ നാമത്തിൽ വിശ്വസിച്ചോ. ചില മേഖലകളെ വന്ന് സ്വർഗം ഡയറക്റ്റ് ഇറങ്ങി ഇന്ന് രാത്രിയിൽ അഴിച്ചു തുടങ്ങുന്ന ഒരു വെളിപ്പാട് ആത്മാവെന്നെ കാണിക്കുകയാ. ഇനിയും പണ്ടുള്ളത് കൊണ്ടിരിക്കാനല്ല, അതേ പഴയത് കൊണ്ടിരിക്കാനല്ല. ആത്മാവെന്ന് ആ മേഖലയെ ഇന്ന് രാത്രിയിൽ ഉടയവൻ പൊളിച്ച് ഒരു പുതിയ അനുഭവത്തിലേക്ക്, ഒരു പുത്തൻ തലത്തിലേക്ക് എല്ലാ മേഖലകളിലും എന്റെ ദൈവം നിങ്ങളുടെ കരം പിടിക്കുന്ന ഒരു രാത്രിയെന്ന് ആത്മാവിന്ന് രാത്രി ഇടപെടുകയാ. ഇതിനകത്തിരിക്കുന്ന ചിലരെ ആത്മാവിന്ന് രാത്രി തൊടുന്നു. ഇന്ന് രാത്രി സ്വർഗം നിങ്ങളെ പുറത്തെടുക്കുന്നു. നിന്റെ ബന്ധനങ്ങളെ ദൈവം അഴിക്കുന്നു. നിന്റെ മുഖത്തെ ദൈവം ഇന്നു രാത്രിയിൽ പൊളിച്ചു കളയുന്നെന്ന് ആത്മാവിന്റെ രാത്രിയിൽ ഇടപെടുന്നു. യേശുവിൻ നാമത്തിൽ ലാബ്ര ഹസീമ ലാഖാന ലേശസ് മാർദ്ധബാരഗശസി ഓ റാബാല ഹംദരാജന ഓ റാഖാബ ഷേഖേനി അംദര. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. തളർത്തുവാൻ പലരുമുണ്ട്, തളർത്തിക്കളയാൻ പലരുമുണ്ട്, ഒതുക്കിക്കളയാൻ പലരുമുണ്ട്, ജീവിതത്തെ മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന പലരുമുണ്ട്.
ആത്മാവിന്റെ രാത്രി പറഞ്ഞത് പഴയതിനെ നീ വിട്ടുകള. ആമേൻ. അതിനെ ഇനി നിരൂപിക്കണ്ട. ഇതാ ഞാൻ നിനക്ക് മുൻപിൽ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. രക്തത്താൽ ജയം യേശുവിൻ നാമത്തിൽ. ആമേൻ. ഒരു ഭാഗം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയില് ആമേൻ ഈ വചനത്തിൽ നിന്ന് യേശുവിന് അധികാരമുള്ള നാമത്തിൽ രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവര് വളരെ ശക്തമായി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. വലിയ വിടുതലുകൾ ദൈവത്തിന്റെ ആത്മാവിന്റെ നടുവിൽ വെളിപ്പെടുത്തുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ദൈവാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവപ്രവൃത്തിയുടെ ആഴം ഇതിനകത്തുള്ളങ്ങളിൽ ചലിക്കുക തന്നെ ചെയ്യും. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ. പുതിയ ചില അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് നമ്മുടെ കരം പിടിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത് വെളിപ്പെടുക തന്നെ ചെയ്യും എന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. ദൈവാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിന്റെ കരുതൽ ഇതിന്റെ നടുവിൽ ആഴമായി ചലിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ആമേൻ. ഈ എനിക്ക് തോന്നുന്നു പിന്നെ US-ലേക്കാളും വലിയ കുഴപ്പമാണ് ഇവിടെ. ഈ രാവിലെ അങ്ങനെ കറണ്ട് പോകേണ്ടതല്ല, പക്ഷെ ഇവിടെ ഇപ്പോൾ പവർ സപ്ലൈ ആമേൻ കട്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചു. അതിന് മുടക്കം വരാതെ ദൈവം എന്ത് ചെയ്യുക അത് ചെയ്യുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനകത്ത് തന്നെ ആമേൻ ഞാൻ ഈ ദൂത് പറഞ്ഞിരിക്കാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുകയാ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു പദം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒന്ന് കൊണ്ടുവരാൻ താല്പര്യപ്പെടുക. യെഹെസ്കേലിന്റെ പ്രവചനം അതിന്റെ 11-ാമത്തെ അധ്യായത്തിനകത്ത് ഒരു പദം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുകയാ. ദൈവാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേൽ പ്രവാചകൻ 11-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നു. അവരെന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരാത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. ശ്രദ്ധിച്ചോണേ. ആമേൻ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം ആമേൻ 11-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യമാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചത്. അവർ എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരാത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അതിനകത്ത് പറയുന്നത് ആമേൻ അതായത് വേറൊരു ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷൻ അല്ല ഇവിടെ നടക്കുന്നത്. ഇത് ആമേൻ മറ്റെന്തിൻ്റെയും ഹൃദയം എടുത്ത് വെക്കുക എന്നുള്ളതല്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ അതോടുള്ള ബന്ധത്തിൽ തന്നെ ദൈവത്തിന്റെ പദ്ധതി ദൈവം ആഗ്രഹിച്ച ലെവലിലേക്ക് ദൈവം എന്ത് ചെയ്യുകയാ അത് ചെയ്യുകയാ. എന്നിട്ട് അവിടെ പറയുന്നത് ആമേൻ പുതിയൊരാത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. രക്തത്താൽ ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചോണെ. പുതിയൊരാത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. ഇന്ന് രാത്രിയിൽ ഈ നിമിഷം നിന്നുകൊണ്ട് ഞാൻ ആത്മനിയോഗത്തോടുകൂടെ വിളിച്ചു പറയാൻ ദൈവാത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ആമേൻ. പുതിയ ചില അനുഭവത്തിലേക്ക് ദൈവജനത്തെ ആത്മാവ് കൊണ്ടെത്തിക്കുന്നു. ദൂരമല്ല. ഒരു പുത്തൻ അഭിഷേകം നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആ വിടുതലുകൾ ഇതിനകത്ത് വെളിപ്പെടുന്നെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. അതായത് ഒരു പുതിയ ആത്മാവിനെ പകരാൻ ഒരു പുതിയ ഹൃദയം തന്ന് ആമേൻ ദൈവ പദ്ധതികളെ തിരിച്ചറിയാൻ ആത്മാവ് നിങ്ങളെ ഒരുക്കുന്ന സമയമാണ് ഇതെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതായത് ഞാൻ അവിടുന്ന് മാറുന്നില്ല. ഞാൻ ആ വെളിപ്പാട് തന്നെ അങ്ങ് പൂർത്തീകരിക്കാൻ താല്പര്യപ്പെടുകയാ. അപ്പോ ഈ നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരുന്ന നഥനയേലിനോടാണ് യേശു പറഞ്ഞത് ആമേൻ
അതേ, നിന്നെ ഫിലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥനയേൽ അവനോട്, റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രയേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യേശു പറയുകയാണ്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് യേശു നഥനയേലിനോട് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, വളരെ സിമ്പിൾ വിഷയമാണ്. ഒരത്തിയുടെ കീഴിൽ കണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് വിശ്വസിക്കുന്നു. അത് കേട്ടപ്പോൾ അതിനകത്ത് ആശ്ചര്യം തോന്നുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു അത്തിയുടെ കീഴിൽ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് കാര്യം? ആമേൻ, എന്തെല്ലാം ആമേൻ, നമുക്ക് വേറെ വലിയ വലിയ ദൂതുകൾ, വലിയ വലിയ ആലോചനകൾ ആമേൻ കേൾക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. അത്തിയുടെ കീഴിൽ കണ്ടു, അല്ലെങ്കിൽ നഥനയേലിനെ കണ്ടു, ഇതൊക്കെ ഞങ്ങൾ വായിക്കുന്നതാണല്ലോ. പക്ഷെ ഇതിനകത്തൊക്കെ ഒത്തിരി ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. രക്തത്താന്റെയും ഈ അത്തിയുടെ കീഴിൽ ഇരിക്കുന്ന മനുഷ്യനെ അവന്റെ മറ്റുള്ളിടത്ത് നിന്ന് വേറിട്ടിരുന്ന് വചനം ധ്യാനിക്കുന്നതും അന്വേഷിക്കുന്നതും യേശു കണ്ടു, സ്വർഗം കണ്ടു, ആമേൻ, അതായത് ദൈവം കണ്ടു. അപ്പോ നഥനയേലിന് അതെന്ത് ചെയ്തു? മനസ്സിലായി. എന്ന് പറഞ്ഞാൽ നിന്നെ സകലത്തിലും അറിയുന്നവനാണ് നിന്റെ മുൻപിൽ നിൽക്കുന്നത്. പുറം ഒരു വിടുതൽ നീ കാണാൻ പോകുകയാണ്. അതാണ് യേശു പറഞ്ഞത്. ആമേൻ, ഇതല്ല, ഇത് വലിയ വിഷയമല്ല, പക്ഷെ നീ എന്ത് ചെയ്യാൻ പോവാ? കാണാൻ പോകുന്നു, അത് വെളിപ്പെടാൻ പോകുന്നു. അതിന് സമയം വിദൂരമല്ല. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചു 2026 ആമേൻ, ഈ 1-ാം മാസം ആത്മാവ് നിങ്ങളോട് പ്രവചനാത്മാവിൽ തന്നെ നിന്ന് വിളിച്ചു പറയുകയാ, നിങ്ങൾ പുതിയതൊന്ന് കാണാൻ പോകുകയാ. നിങ്ങൾ ചെറിയൊരു അനുഭവത്തിൽ കൂടെ അല്ല കടന്നു പോകാൻ പോകുന്നത്. ഒരു പുതിയ അനുഭവത്തിലേക്ക്, ഒരു പുതിയ നിലവാരത്തിലേക്ക്, ഒരു പുതിയ മേഖലയിലേക്ക് ആമേ പിശാചിന് ആമേ വാഗ്ദത്തങ്ങളെ എത്തിപ്പിടിക്കുവാൻ കഴിയാതെ വണ്ണം, തകർത്ത് കളയാൻ കഴിയാതെ വണ്ണം ഒരു പുതിയ അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ എടുത്തു നിർത്തുന്ന ഒരു സമയമാണ് ഈ വരുന്നത് എന്ന് ആത്മാവ് ഇന്ന് രാത്രിയിൽ വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാ. രക്തത്താന്റെയും അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഇതിനകത്ത് ആ വീഞ്ഞ് തീർന്നു പോകുന്ന കാര്യങ്ങളും വീഞ്ഞ് യേശു പുതുതായി, അല്ലെങ്കിൽ ആ ഭവനത്തിന്റെ ശൂന്യതകളെ നീക്കുന്ന ഭാഗമാണ് ഇവിടെ നാം വായിക്കുന്നത്. ഞാൻ അതെല്ലാം പ്രസംഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല, നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു പദം, അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുകയാണ്. ഈ 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ കല്യാണം. ആമേൻ, 3-ാം നാൾ എന്ന് പറയുമ്പോൾ യേശു നഥനയേലിനോട് നീ ഇതിന്റെ വലുത് കാണുമെന്ന് പറഞ്ഞതിന്റെ 3-ാമത്തെ ദിവസം. ശ്രദ്ധിച്ചോണേ, യേശു നഥനയേലിനോട് പറഞ്ഞു, നീ ഇതിന്റെ വലുത് കാണുമെന്ന് പറഞ്ഞതിന്റെ 3-ാമത്തെ ദിവസം. ആമേൻ, അതേ ആ ദേശത്ത് ആമേൻ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ആ ഭവനത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അവിടുത്തെ വീഞ്ഞ് തീർന്നുപോയി. യേശുവിന്റെ അമ്മ ആമേ ശിഷ്യന്മാരോട് പറയുന്നു, അവൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. അങ്ങനെ ആമേ കൽപാത്രങ്ങൾ കൊണ്ടുവന്നു, അത് കഴുകി വെടിപ്പാക്കി അതിന്റെ വക്കോളം വെള്ളം നിറച്ചു. വക്കോളം വെള്ളം നിറച്ചിട്ട് അത് കൊണ്ട് എന്ന് വിരുന്നുവാഴിക്ക് കോരിക്കൊടുത്തു. വിരുന്നുവാഴി അത് രുചിച്ചു നോക്കിയാറ് ആമേ തന്റെ ആയുസ്സിൽ ഇതുപോലത്തെ വീഞ്ഞ് ആമേ താൻ എന്ത് ചെയ്തിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ആമേ എന്നിട്ട് ആ ഭവനത്തെ എന്ത് ചെയ്തു? ആ മനുഷ്യൻ പുകഴ്ത്തി, ആമേൻ ആ വീട്ടുകാരനെ പുകഴ്ത്തി. ആമേൻ അങ്ങനെ നിൽക്കുമ്പോൾ അതിനകത്ത് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. അതായത് നോക്കിക്കേ, അവിടെ ഇങ്ങനെ പറയുന്നു, അതായത് ആമേ 11-ാമത്തെ വാക്യം, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഗലീലയിലെ കാനാവിൽ വെച്ച് യേശു എന്ത് ചെയ്യുകയാ? ആമേൻ, ഒരു അടയാളങ്ങളുടെ ആരംഭം, ഒരു പുതിയ അനുഭവം, ഒരു പുതിയ ആമേൻ അതേ
ഓപ്പണിംഗ്, ഒരു പുതിയ നിലവാരം അവിടെ വെളിപ്പെടുത്തുകയാ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ. അപ്പൊ നിങ്ങൾ പറയും, ഇത് ആമേൻ എന്തിനാണ് ഞങ്ങളോട് ആമേൻ ഈ ഭാഗം ഇങ്ങനെ എടുത്ത് ഉദ്ധരിക്കുന്നത്? ഇത് ആമേൻ ഇന്നാളുടെ ഭവനത്തിൽ നടന്നതല്ലേ, ഇന്ന ദേശത്ത് നടന്നതല്ലേ എന്നൊക്കെ പറയും. പക്ഷെ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഇത് വേറെ ആരെയും സംബന്ധിച്ചല്ല. ഇത് നഥനയേലിനോട് പറഞ്ഞത് കൊണ്ട് നഥനയേലിന്റെ മണ്ണിൽ, നഥനയേല് ആമേൻ ജനിച്ചു വളർന്ന മണ്ണിലാണ് ആമേൻ എന്ത് ചെയ്തത്? ഈ അടയാളം ദൈവം വെളിപ്പെടുത്തിയത്. ആമേൻ യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 2-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനയിലെ നഥനയേലും. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഗലീലയിലുള്ള കാനയിലെ നഥനയേലും. ഇന്ന് രാത്രിയിൽ ആത്മാവിടപെടുകയാ. ദൈവവൈതലേ, നിന്നോട് എന്റെ ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ അത് നിനക്ക് വേണ്ടി തന്നെ ആയിരിക്കും. അത് വേറെ ആരും അനുഭവിക്കാൻ വേണ്ടിയല്ല, അത് വേറെ ആരും കാണാൻ വേണ്ടിയല്ല. ആത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇവിടെ നിന്ന് പറയുന്നു, ആമേൻ ഇന്നലകളിൽ, കഴിഞ്ഞ നാളുകളിൽ എന്തെങ്കിലും ദൈവശബ്ദം നിന്നോട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിന്റെ രാത്രിയിൽ ഇടപെടുകയാ, അത് നിന്നോട് തന്നെ ആയിരിക്കും. ആമേൻ. അത് വെളിപ്പെടുന്നത് ഒരു പുതിയ അനുഭവത്തിലേക്ക്. ആത്മാവ് പറയുന്നു, നഥനയേലിനോടുള്ള ബന്ധത്തിൽ, ഗലീലയിലെ കാനയിലെ നഥനയേലിനോടുള്ള ബന്ധത്തിൽ ഒരു പുതിയ അനുഭവം എന്റെ ദൈവം അവിടെ വെളിപ്പെടുത്തുകയാ. ദൈവമക്കളെ, അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. 2026 അടുത്തു പോകാനും നശിച്ചു പോകാനും ഒതുങ്ങിപ്പോകാനും ആർക്കും അതേ കീഴ്പ്പെട്ടുപോയി അടിപ്പെട്ടു പോകാനല്ല. ദൈവാത്മാവ് പറയുന്നു, ഒരു പുതിയ അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ എത്ര പേരത് വിശ്വസിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. ഒരു പുതിയ അനുഭവത്തിലേക്ക് എന്റെ ദൈവം നിങ്ങളുടെ കരം പിടിക്കുന്നു. രക്തത്താൽ ജയം. ആമേൻ. നിങ്ങളുടെ മുമ്പിൽ ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. ദൈവം നിങ്ങളുടെ മേൽ പുതിയതെന്ന് വെളിപ്പെടുത്താൻ പോകുന്നു. രക്തത്താൽ ജയം, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് ആത്മാവ് ഒരു പ്രവചന ശബ്ദമായി തന്നെ നിങ്ങളോട് പറയുന്നു, എന്റെ ദൈവം പുതിയതൊന്ന് ചെയ്യും, പുതിയതൊന്ന് ചെയ്യും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ. ഞാൻ 1-2 പേരോട് ആമേൻ ആലോചന കൈമാറി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവിൽ ശരണപ്പെടുകയാ. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. സമയം നമ്മുടെ മുമ്പിൽ ഇനിയും അധികമല്ല, ചില മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ആമേൻ. നിങ്ങൾ വിശ്വസിക്കില്ല. ആത്മാവിങ്ങനെ പറയുന്നു, വിശ്വസിക്ക്. ഒരു പുത്തൻ അഭിഷേകം ഈ വരും ദിവസങ്ങളിൽ ആത്മാവും മേൽ കൈമാറും. പ്രതീക്ഷിക്കാത്തൊരു ദൈവപ്രവൃത്തി പ്രിയ മകളെ നീ കാണും. ആത്മാവിങ്ങനെ ശക്തമായി പറയുന്നു, ഒതുക്കിക്കളഞ്ഞവരുടെ നടുവിൽ, വിധിച്ചവരുടെ നടുവിൽ ഒരു വ്യത്യസ്തമായ അനുഭവത്തിൽ ആത്മാവ് എഴുന്നേൽപ്പിക്കും. ദൈവാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, നിന്ദിക്കപ്പെട്ടും ഒതുക്കപ്പെട്ടും തകർക്കപ്പെട്ടും പോകുവാൻ ആഗ്രഹിച്ചവരുടെ നടുവിൽ ഇതാ ഒരു പുത്തൻ അഭിഷേകത്തോടെ ആമേൻ ദെബോരയെ ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും. ചില പുതിയ വിടുതലുകൾ, ചില പുതിയ അനുഭവങ്ങൾ ആത്മാവ് മകളെ വെളിപ്പെടുത്തുന്ന സമയം വിദൂരമല്ല എന്ന് ആത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. കണ്ണുനീരോടെ വിതച്ചത് ആർപ്പോടെ കൊയ്യും. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു, ഈ കഴിഞ്ഞ നാളുകളിൽ ആരാധിച്ച ആരാധനയ്ക്ക് അതിനുപോലും ഒരു വ്യത്യാസം വരുത്തി. ആത്മാവിനോട് പറയുന്നു, അഭിഷേകത്തിന്റെ ഒരു വ്യത്യസ്തമായ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവന്ന് ആമേൻ ആരാധിപ്പിക്കുന്ന ഒരു സമയം വരുന്നു എന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. പ്രാർത്ഥിക്കുക. 2 വിടുതൽ ആത്മാവ് വേഗത്തിൽ വെളിപ്പെടുത്തും. അത് കണ്ണുകൊണ്ട് കാണുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി അരുളപ്പാട് കൈമാറുന്നു. ജോസഫൻ ആത്മാവ് ആമേൻ ഇങ്ങനെ പറയാൻ പരിശുദ്ധാത്മാവെന്നെ പ്രേരിപ്പിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ വെളിപ്പെട്ടു വരും. ആത്മാവെന്നോട് ഇങ്ങനെ ശക്തമായി പറയുന്നു, നിരാശപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആരോഗ്യത്തോടുള്ള ബന്ധത്തിൽ ആമേൻ ശത്രുവിട്ട ചില കെണികൾ ഇന്ന് രാത്രിയിൽ ദൈവം ക്യാൻസൽ ചെയ്ത് ലാബ്ര ഷേ മറാഥാല
ആത്മാവിനോട് പറയുന്നു, ആരോഗ്യത്തോടെ ദൈവം നിർത്തും. അടകച്ചസി അസ്ഥിയോടുള്ള ബന്ധത്തിൽ ആമേൻ വന്നു നിൽക്കുന്ന ചില മുഖത്തെ ഇന്ന് രാത്രി ദൈവാത്മാവ് അഴിച്ചു കളയുന്നു കേട്ടോ. പ്രാർത്ഥിച്ചോളാൻ ആത്മാവ് ഇടപെടുന്നു. അതിരി മേന ഹസ്തപ്രഭക്ഷസിയാൻ തര. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്ക്. ആമേൻ ഭയപ്പെട്ടു പോകാതെ വണ്ണം ദൈവത്തിന്റെ പ്രവർത്തികളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വരും ദിവസങ്ങളിൽ എൻ്റെ ദൈവം അനുവദിക്കും. പ്രാർത്ഥിച്ചു. പുതിയ ചില സാക്ഷ്യങ്ങളുമായി ഈ ദിവസങ്ങളിൽ സാക്ഷ്യം പറയും, എഴുന്നേൽക്കുമെന്ന് ആത്മാവിന്ന് രാത്രിയിൽ ശക്തമായി അരുളപ്പാട് കൈമാറുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. സിസിലി സണ്ണി ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഒത്തിരി വിടുതലുകൾ ദൈവം തന്നു, ഒത്തിരി മറുപടികൾ കണ്ടു, ഒത്തിരി പ്രാർത്ഥനയുടെ മറുപടികളെ ആമേൻ സാക്ഷ്യമായി പറഞ്ഞു. പിന്നെയും ആമേൻ പല മേഖലകളെ ഞെരുക്കിക്കളയുന്ന ചില അനുഭവങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ദൈവം വിരാമമിടുന്നു. വിശ്വസിച്ചു. ആത്മാവ് അത്ഭുതങ്ങളെ ചെയ്യും. ദൈവത്തിന്റെ പ്രവൃത്തി ആഴമായി വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി അരുളപ്പാട് കൈമാറുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ദൈവ സാന്നിധ്യം കൂടെയുണ്ട്. ലൂസി ഫിലിപ്പ് വാത്സല്യാന്റിയോട് ആത്മാവ് ഇങ്ങനെ പറയുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ച പല വിഷയത്തിനും പലപ്പോഴും ആമേ കർത്താവെ എന്തുകൊണ്ട് മറുപടി ഇല്ല എന്ന് ആമേ ചോദിച്ചെടുത്ത് ആത്മാവിനോട് ശക്തമായി പറയുന്നു, ഞാൻ മറുപടി തരും, എന്റെ നീതി ഞാൻ നടപ്പാക്കും. കഷ്ടപ്പെട്ടു പ്രയാസപ്പെട്ടു ആമേ ചില സാഹചര്യങ്ങളിൽ മടുത്തുപോയി, കർത്താവെ ഹൃദയം കൊണ്ട് ഞാൻ മടുത്തു എന്ന് പറഞ്ഞെടുത്ത് സ്വർഗം പറയുന്നു, എന്റെ ദാസിയെ ഞാൻ കൈവിടുന്ന ദൈവമല്ല, ഞാൻ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നീ എവിടെ ഭാരപ്പെട്ടോ അതിനകത്ത് ഞാൻ വലിയ വിടുതലയക്കുമെന്ന് ആത്മാവിന്ന് രാത്രി ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. വിശ്വസിച്ചു. എന്റെ മഹത്വം കാണും, അത്ഭുതം ഞാൻ ചെയ്യും. പ്രത്യേകിച്ച് ഭവനത്തിൽ കുട്ടുദാസന്റെ മേൽ ഒരു വലിയ വിടുതൽ ഞാൻ അയക്കും. ചില കെണിയെ ഞാൻ പൊട്ടിച്ചു കളയും. ആത്മാവിന്റെ നിയോഗം പുതിയ അനുഭവത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കും. വിടുതലുകൾ കണ്ട് അത് കാണും എന്ന് ആത്മാവ് ഇടപെടുന്നു. പ്രാർത്ഥിച്ചു, ഞാൻ അത്ഭുതം ചെയ്യും. നിരാശപ്പെടണ്ട. എന്നോട് പറയുന്നു, ആമേൻ, ഈ ഉദര സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ അടിവരയിടും. പ്രാർത്ഥിച്ചോളാൻ ആത്മാവ് ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. ദൈവം വിശ്വസ്തൻ, അവൻ അത്ഭുതങ്ങളുടെ ദൈവം. ആമേൻ. ഹല്ലേലൂയ. ശക്തമായി നിങ്ങൾ പ്രാർത്ഥിച്ചോണേ. വേഗത്തിൽ ഞാൻ അങ്ങ് പറഞ്ഞു പോകുകയാണ്. ആമേൻ. അതായത് മീനത്തേതിൽ സി അലക്സാണ്ടർ ആത്മാവ് ഇങ്ങനെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. വാത്സല്യ ആമേൻ അങ്കിളിനോട് ഇങ്ങനെ ആത്മാ പറയുന്നു, എൻ്റെ ദാസനെ ശക്തമായി പ്രാർത്ഥിക്ക്. ആരോഗ്യ സംബന്ധമായി ദൈവം ഒരു വലിയ ഒരു വിടുതലേക്ക്, ഒരു ഭയങ്കര ഹീലിംഗ് നടക്കുന്ന ഒരു വെളിപ്പാട് ദൈവാത്മാവിനെ കാണിക്കുന്നത് കേട്ടോ. പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഷാബ്ര അതര സംധന ജുഡി ലേമ റത്തുനി. ഈ ഞരമ്പ് സംബന്ധമായി ഞരമ്പ് അതിനെ ബ്ലോക്കാക്കി കളയുന്ന, യൂറിനൽ ഇൻഫെക്ഷൻ കൊണ്ടുവരുന്ന, ബ്ലാഡർ സംബന്ധമായി എന്ന് വേണ്ട ശരീരത്തെ മുഴുവനും പിടിച്ചൊതുക്കിക്കളയുന്ന ഒരു കെട്ട് ഇന്ന് രാത്രിയിൽ ആ ശരീരം വിട്ട് അഴിയുന്ന ഒരു വെളിപ്പാട് ആത്മാവെന്നെ കാണിക്കുന്നു. പ്രാർത്ഥിച്ചോ. ആമേ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ എൻ്റെ ദൈവം എൻ്റെ ദാസനെ ബലപ്പെടുത്തും. പ്രാർത്ഥിച്ചോളാൻ ആത്മാവ് ഇന്ന് രാത്രിയിൽ ഇടപെടുന്നു. ആമേ കാലഘട്ടം കൊണ്ട് കരഞ്ഞ കണ്ണുനീരിന് ദൈവം മറുപടി തരും. പ്രാർത്ഥനയോടെ ചോദിക്ക്, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ആമേൻ അങ്ങ് കൈമാറിയ ആലോചനകൾ ഒന്നും മുടക്കം കൂടാതെ എൻ്റെ മേൽ കൈമാറണമെന്ന് പ്രാർത്ഥിക്ക്. ദൈവം അത് വെളിപ്പെടുത്തുന്ന സമയം വിദൂരമല്ല എന്ന് ആത്മാവ് ഇന്ന് രാത്രിയിൽ ഓർമ്മിപ്പിക്കുന്നു. ആത്മാവിനോട് പറയുന്നു, ഈ വരുന്ന ആമേൻ 3-ാം മാസം, അതായത് മാർച്ച് മാസത്തിനകത്ത് ചില ദൈവപ്രവർത്തികളെ അകത്തളങ്ങളിൽ വെളിപ്പെടുത്തി ഞാൻ ഉറപ്പിക്കുമെന്ന് ആത്മാവ് ഓർമ്മിപ്പിക്കുന്നു. ശക്തമായി പ്രാർത്ഥിക്ക്. ദൈവപ്രവൃത്തിയുടെ ആഴം ഇതിന്റെ നടുവിൽ ദൈവം വെളിപ്പെടുത്തും. ആമേൻ. പാസ്റ്റർ സ്റ്റീവ് ജോർജ് ആത്മാവ് ഇങ്ങനെ ദൈവവൃത്തിനോട് അരുളപ്പാടായി കൈമാറുന്നത്, എൻ്റെ ഭക്തനെ ആമേൻ ഒത്തിരി നിന്ദകൾ സഹിച്ചു,
ഒത്തിരി വേദനകളിൽ കൂടെ കടന്നുപോയി, മനസ്സ് മടുത്തുപോയി. എങ്കിലും ആത്മാവ് തക്ക സമയത്ത് വഴികളെ തുറന്ന് എന്റെ ഭക്തനെ ഞാൻ നിർത്തിയ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ആമേൻ, വരുന്ന കാലഘട്ടത്തിൽ ഒരു വ്യത്യസ്തമായ അഭിഷേകത്തോടെ എന്റെ ഭക്തനെ ഞാൻ എഴുന്നേൽപ്പിക്കും. മാത്രമല്ല, രാജ്യങ്ങളുടെ നടുവിൽ, രാഷ്ട്രങ്ങളുടെ നടുവിൽ ഒരു വ്യത്യസ്തമായ യാത്ര ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തി കാണിക്കുവാൻ എന്റെ ദാസനെ ഞാൻ എഴുന്നേൽപ്പിക്കും. മാത്രമല്ല, ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു, ആമേൻ, ഈ പ്രസംഗ ശൈലിക്കകത്തൊരു വ്യത്യസ്തമായ അനുഭവം ദൈവം തരാൻ പോകുക. പ്രസംഗ ശൈലിക്കകത്ത് വിശ്വസിച്ചോളാൻ ദൈവാത്മാവ് ഇടപെടുന്നു. 2026 ആത്മാവിന് പറഞ്ഞു, ഈ ദിവസങ്ങൾ, ഇന്ന് ഈ രാത്രി മുതൽ അങ്ങോട്ട് ഒരു വ്യത്യസ്തമായ അനുഭവത്തിൽ കൂടെ ദൈവം വഴി നടത്താൻ പോകുന്നു എന്ന് ആത്മാവിനോട് പറയുന്നു കേട്ടോ. പ്രാർത്ഥിച്ചോളാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. യേശുവിൻ നാമത്തിൽ എന്റെ കരം അനുകൂലമായി തന്നെ തുടരും. ഒതുക്കിക്കളയാൻ ഞാൻ അനുവദിക്കത്തില്ല. അഭിഷേകത്തിന്റെ അടുത്തൊരു തലം ഞാൻ തുറന്നു തരും. ആത്മാവിൽ പ്രാർത്ഥിച്ചു. ആമേൻ. ആരോഗ്യത്തോടു കൂടെ തന്നെ ഞാൻ നിർത്തും. ആമേൻ. സഭയെ ആത്മാവിൽ ചലിപ്പിക്കുന്ന ഇവരോ ഭൂലോകങ്ങളെ കീഴ്മേൽ മറിക്കുന്നവരെന്ന അപ്പോസ്തലന്മാരെ നോക്കി പറഞ്ഞതുപോലെ, ആമേൻ, നിങ്ങളുടെ ശുശ്രൂഷയെ നോക്കി രാജ്യങ്ങൾ പറയും, ഇതൊരു വ്യത്യസ്തമായ അനുഭവം, ഇതൊരു വ്യത്യസ്ത ശൈലി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ദൈവം കരം പിടിക്കുമെന്ന് ആത്മാവ് ഇന്ന് രാത്രിയിൽ ഇടപെടുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. ആമേൻ. അതായത് പ്രിയ റോബിച്ചാൻ, റീന ആന്റി, പ്രിയപ്പെട്ടവരോട് ആത്മാവ് ഇങ്ങനെ പറയുന്നു, ആമേൻ, നിങ്ങളുടെ ആമേൻ മുൻപോട്ടുള്ള വഴികൾ, അത് പിശാച് പല മേഖലകളിൽ അതിനെ ആമേൻ അടച്ച് ഒതുക്കി കളഞ്ഞെടുത്ത് പുതിയൊരു അനുഭവം, പുതിയൊരു മേഖല വെട്ടി തുറന്നതുപോലെ ആത്മാവ് നിങ്ങളുടെ മുമ്പിൽ ചിലത് തുറന്നു കഴിഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്ക്. ഞെരുക്കത്തെ ഞാൻ പൊളിച്ചു, വെല്ലുവിളികളെ ഞാൻ അഴിച്ചു. നിങ്ങൾക്കെതിരായി എഴുന്നേറ്റ ചില പ്രതിയോഗിയോട് ആമേൻ ഞാൻ യുദ്ധം ചെയ്ത ദൈവമെന്ന് ആത്മാവ് ഇന്ന് രാത്രിയിൽ ഇടപെടുന്നു. നിങ്ങൾ പ്രാർത്ഥിക്ക്, ഞാൻ നിങ്ങൾക്ക് നന്മ ചെയ്യും, എന്റെ കരം അനുകൂലമായി മാറും. രൂപേൻ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രിയ മകനോട് ആത്മാവ് പറയുന്നു, ഒത്തിരി മാനസികമായി തളർന്നു, ഒത്തിരി ആകുലതകൾ മകനെ ജീവിതത്തിൽ കൂടെ കടന്നുപോയി, മനസ്സുമടുത്തു, പ്രയാസങ്ങളെ പല നിലവാരത്തിൽ നീ നേരിട്ടു. അടക അർത്ഥര സാന വൈശപ്രബന്ധനാദി ഉടരെ. പക്ഷേ ഈ സൂം പ്ലാറ്റ്ഫോമിനകത്ത് പലപ്പോഴും പരിശുദ്ധാത്മാ മകനെ നിന്നെ ഉറപ്പിച്ചു. നിന്റെ മേൽ ആത്മാവ് നിയോഗത്തോടെ ആലോചനകൾ കൈമാറി. ആത്മാവിനോട് ശക്തമായി പറയുന്നു, ആമേൻ, ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവമാ. ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഈ 2026 ആത്മാവിനോട് ഇന്ന് മുതൽ, ആത്മാവിനോട് പറയും, ഇന്ന് മുതൽ ചില പുതിയ അനുഭവത്തിൽ, പുതിയ വഴിത്തിരിവിൽ ഞാൻ നിന്നെ ചലിപ്പിക്കും. ആത്മാവിനോട് ചില ആമേ പേപ്പേഴ്സുകൾ സൈൻ ചെയ്ത് സീൽ ചെയ്ത് ആമേ ചില ഗവൺമെന്റ് ആമേൻ, അതായത് ലീഗലായിട്ടുള്ള ചില ഗവൺമെന്റ് പേപ്പേഴ്സിനകത്ത് ആത്മമണ്ഡലം ചില അധികാരികളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് നിനക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ദൈവം ചില പുതിയ ഓപ്പണിംഗ് നടത്തും. പ്രാർത്ഥിച്ചോളാൻ ആത്മാവ് ഇടപെടുന്നു. വിശ്വസിക്ക്, ദൈവപ്രവൃത്തിയുടെ ആഴം വെളിപ്പെട്ട് വരും. ആമേൻ. പ്രാർത്ഥിച്ചോ, ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. സിന്ധു, ആത്മാവിങ്ങനെ വാത്സല്യ മകളോട് ഇങ്ങനെ പറയുന്നു, ആമേൻ, ജീവിതത്തിന്റെ ആഴങ്ങളിൽ ആമേൻ ഒതുക്കപ്പെട്ടു പോയെടുത്ത് നിന്ന് ദൈവം കരം പിടിച്ചു. ഇത്രത്തോളം ഈ 2026 ഈ 1-ാം മാസം 24 വരെ, 24നോടടുക്കുന്ന അവിടെ 23 വരെ ആമേൻ, അതേ ദൈവത്തിന്റെ പ്രവർത്തികളെ ദൈവം വെളിപ്പെടുത്തി, അത്ഭുതങ്ങളെ ദൈവം ചെയ്തു, അടയാളങ്ങൾ ദൈവം ചെയ്തു. മരിച്ചു പോകുമെന്ന് പറഞ്ഞെടുത്ത്, നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞെടുത്ത്, തകരപ്പെട്ടു പോകുമെന്ന് പറഞ്ഞെടുത്ത് ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചു. ഭവനത്തിനകത്ത് മരണം മാറി മാറി വരും എന്ന് പിശാച് അടിവരയിട്ട് ബിസിനസ്സും
മേഖലകളെ മുഴുവനും ആമേൻ അടിച്ചമർത്തി കെട്ടിയ ചില കെട്ടുകളെ ഞാൻ അറുത്ത് കളഞ്ഞ ദൈവമാകട്ടോ. ആത്മാവിനോട് പറയുന്നു, മകളെ പ്രാർത്ഥിച്ചോ, ഞാൻ നിന്റെ കുടുംബത്തെ ആമേൻ നിനക്ക് ദാനം ചെയ്തതാണ്, ഒന്നുകൂടെ ഞാൻ വേർതിരിച്ചു തന്നതാണ്, അതുകൊണ്ട് പിന്നെയും പ്രാർത്ഥിക്ക എന്ന് ആത്മാവ് ഇടപെടുന്നു. സോഴ്സുകളെ നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ അനുവദിക്കത്തില്ല, എന്റെ കരം കൂടെയുണ്ട് എന്ന ആത്മാവ് ശക്തമായി ഇന്ന് രാത്രിയിൽ അരുളപ്പാട് കൈമാറുന്നു. ദൈവം പ്രവർത്തിക്കട്ടെ. ആമേൻ. അതായത് ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് സമയം ഒത്തിരി ഓടിപ്പോകുന്നു. ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് ആമേൻ ആശീർവാദം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ദൈവം അതിനായിട്ട് സമയം ഒരുക്കട്ടെ. ഞാൻ നിങ്ങളെ വിടുകയല്ല. ഞാനിത് പറഞ്ഞത് ആമേൻ പോകേണ്ടവർക്ക് പോകാം. ദൈവം നിയോഗിക്കുന്നത് പോലെ ഞാൻ നിൽക്കാൻ തയ്യാറാകുകയാണ്. കാരണം എല്ലാവരും വളരെ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുന്നവരാ. നിങ്ങളെല്ലാവരും ഞാൻ ബഹുമാനിക്കുന്നു. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്ക്, അഭിഷേക്തന്, ആമേൻ, എഡിസൺ, ആമേൻ, ഈ ഫെലോഷിപ്പിന് ഞാൻ നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. I'll just pray and say the benediction later. Pastor Anup will continue. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ, ദൈവിക ആലോചനകൾ കേൾക്കുവാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് വെയിറ്റ്, ഡോണ്ട് ഗോ അവേ. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ലെറ്റ് മീ ജസ്റ്റ് പ്രേ ആൻഡ് I'll say the benediction and ആശീർവാദത്തിന് ശേഷം കർത്താവദാസൻ നമ്മോടൊപ്പം സമയം he'll spend time with us. Father God, we thank you. കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളോട് കേൾപ്പിച്ച ദൈവത്തിൻ്റെ ആലോചനകൾക്കായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ കർത്താവ് തുറക്കുമെന്നും അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്നും കർത്താവെ, മരുഭൂമിയിൽ കർത്താവെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്നും ഇന്ന് രാത്രികാലം പിന്നെ ഞങ്ങളോട് കേൾപ്പിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. വചനത്തിനായി നന്ദി കർത്താവെ. ജോയിൻ ചെയ്ത ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിൽ ആ വചനം ഇന്ന് രാത്രികാലം ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ മേൽ അത് അനുഗ്രഹമായി ഞങ്ങൾ കർത്താവെ ഹല്ലേലൂയ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Every word which is spoken, O God, hallelujah, we speak it as a blessing upon, as a covenant upon your people, O God. എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ, എല്ലാ കുടുംബങ്ങളുടെയും ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും ഇതാ ഞാൻ പുതുതായി ഒന്ന് ചെയ്യുന്നു, പഴയത് ഓർക്കണ്ട, ഡു നോട്ട് റിമെമ്പർ ദി ഫോർമർ തിങ്സ് എന്ന് പറഞ്ഞതുപോലെ കർത്താവെ, പുതുതായി ദൈവം ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ ഞങ്ങൾ ഹല്ലേലൂയ വിടുതലുകൾ, ഹല്ലേലൂയ കർത്താവെ സൗഖ്യങ്ങൾ എല്ലാം ഞങ്ങൾ ഏറ്റെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മധ്യത്തിൽ പാട്ടുകൾ പാടി ഞങ്ങളെ സഹായിച്ച പ്രിയ ജിറ്റിയെ ഞങ്ങൾ കുടുംബാവർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, സൂക്ഷികളെ മാനിക്കണം. കർത്താവ് ദാസനെ, പാസ്റ്റർ അനൂപിനെ കർത്താവെ, ഞങ്ങൾ കർത്താവെ ഇന്ന് രാത്രിക്കാലം ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് കുട്ടികൾ വന്നതിനായ സ്തോത്രത്തിന് ദാസനെ കുടുംബമായ കർത്താവ് അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ സഭയെ കർത്താവ് അനുഗ്രഹിക്കണം. ദൈവത്താൽ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ സ്വർഗം പിന്നെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസൻ കടന്നു പോകുന്ന ഇടങ്ങളിൽ എല്ലാം യേശുവിൻ്റെ നാമം ഉയർത്തുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രികാലം ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും കർത്താവെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം ചൊല്ലി രാത്രികാലം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ, വഴി നടത്തണമേ. ആരും മടുത്തു പോകുവാൻ, നിരാശരായി പോകുവാൻ സ്വർഗം ഇടയാക്കരുത്. ഈ പുതിയ വർഷത്തിൽ കർത്താവ് പുതുതായി ചെയ്യുമെന്നുള്ള വാഗ്ദത്തം ഏറ്റെടുത്ത് മുൻപോട്ട് പോകുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയ്ക്ക് എല്ലാം ചെയ്താട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ നന്ദി യേശുവൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. പ്ലീസ് റിസീവ് ദി ബ്ലെസ്സിങ്സ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ദൈവത്തിൻ്റെ കൃപ, ആശ്വസിപ്പിച്ചുവിടുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാവലും കൂട്ടായ്മയും നമ്മളെവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും വചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസരോടും ശുശ്രൂഷകളോടും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you all. Thank you all for joining. Next Friday in North America and Saturday in India and other parts we will join again. നിങ്ങൾ ജോയിൻ ചെയ്ത എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ റോഹൻ, ബിജോയ് ആൻഡ് തോമസ് താങ്കൽ, ലിൻ ആൻഡ് all of you. God bless you all. പ്രാർത്ഥിക്കുവാൻ വേണ്ടി താല്പര്യമുള്ളവർ പ്ലീസ് വെയിറ്റ് ചെയ്യുക. Rest of you want to leave, it's your choice. If you want to stay on, please stay on. ദൈവം നമ്മെ